a last talk on the topic, Sculpting the Mind, Meaningful Life. Good afternoon. ഞാൻ പറയുന്ന കേൾക്കാമോ? എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞത് ക്ലിയർ അല്ലായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും? കേൾക്കുന്നുണ്ട് ടീച്ചറെ. ഓക്കെ ഓക്കെ, ശരി ശരി. സ്ലൈഡ്സ് കിട്ടിയിട്ടുണ്ടോ? സ്ലൈഡ്സ് കാണാം. Okay, thank you. Good afternoon, dear friends. We have been discussing about our own behavior, modification of behavior. അതിനെക്കുറിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇരിക്കുവാണ്. നമ്മുടെ സെഷൻ, ഈ ഒരു സെഷനും കൂടെ ചേർത്ത് നമ്മുടെ എന്താണ് ലേൺ ടു ലിവ് എന്നുള്ള നമ്മുടെ വർക്ക്ഷോപ്പ് ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ്. പക്ഷേ we have been learning to live for 2 days. At the same time, we are supposed to continue this learning process throughout the life. കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമ്മളെ ഓരോ ദിവസവും സഹായിക്കാനുള്ള ഓരോ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കണം നമ്മുടെ ഓരോ ദിവസവും എന്ന് നമ്മൾ കരുതേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ വീട്ടിലിരുന്നാണല്ലോ ഭൂരിഭാഗം പേര് ഇപ്പോൾ ഇത് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്നതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മളതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ കണ്ടു. ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഈസ് ടേക്കിംഗ് പ്ലേസ് ത്രൂ ഫീഡ്ബാക്ക് ആൻഡ് കറക്റ്റീവ്സ്. We have to receive the feedback and comments of deserving and significant people of our life. അതാണ് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ അമ്മയോടൊന്ന് ചോദിക്കാം, അമ്മ ഇനി എന്തൊക്കെ ഡിസൈറബിൾ ബിഹേവിയർ ആണ്? അമ്മയോട് ചോദിക്കുമ്പോൾ അത്രയും ടേംസ് ഒന്നും ഉപയോഗിക്കണമെന്നില്ല. ഇനി എന്ത് ബിഹേവിയർ ചേഞ്ച് ആണ് അമ്മ എനിക്ക് വരുത്തേണ്ടതെന്ന് അമ്മ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അമ്മ കൃത്യമായിട്ട് പറയും അല്ലേ. നമ്മെ കൂടുതൽ സമയം കാണുന്ന ഒരാൾ അമ്മയായതുകൊണ്ട് അമ്മയ്ക്ക് പറയാൻ പറ്റും പല കാര്യങ്ങളും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ടീച്ചേഴ്സിനോട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റിയാൽ എന്ത് നല്ല കാര്യമാണെന്ന് ഓർത്ത് നോക്കി. ഒരു ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചോദിക്കുവാണ്, ടീച്ചറെ എൻ്റെ ബിഹേവിയറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും കൂടെ വരുത്തണമെന്ന് ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടോ? എന്താണ് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റിയാൽ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. അതിലൂടെ നമ്മുടെ പെരുമാറ്റം മെച്ചപ്പെടും എന്നതിലൊരു സംശയവുമില്ല. സോ ഓൾവേസ് ട്രൈ ടു റിസീവ്, ബി റിസെപ്റ്റീവ് ഓഫ് ദ കമൻസ് ആൻഡ് ഫീഡ്ബാക്ക് ഓഫ് ഡിസേർവിങ് പീപ്പിൾ. എല്ലാവരും പറയുന്നൊന്നും നമ്മൾ കേൾക്കേണ്ടതായിട്ടില്ല. എല്ലാവരും അവിടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നതിന് നമ്മൾ അതിനുള്ള പ്രാധാന്യം കൊടുത്താൽ മതി. പണ്ടൊരു കുട്ടി സ്കൂളിൽ ഇവിടെ വന്നൊരു കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് വന്നു. പക്ഷേ കുട്ടി ക്ലാസ്സിലെത്തിയില്ല. അങ്ങനെ ഒരു 2-3 days ഒക്കെ ആയപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ബസ്സിലുണ്ടായിരുന്നു, ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതും കണ്ടതാണ്, പക്ഷേ ക്ലാസ്സിൽ വന്നിട്ടില്ല എന്ന് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ടീച്ചർ ആ കുട്ടിയെ തപ്പിയെടുത്തു, വിളിച്ചുകൊണ്ടൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ സംഘടിപ്പിച്ച് ചോദിച്ചപ്പം പറഞ്ഞു സ്കൂളിൽ വരുന്നില്ലായിരുന്നു, 9th പഠിക്കുന്ന കുട്ടിയാണ്, ക്ലാസ്സിൽ വരുന്നില്ലായിരുന്നു, രാവിലെ ബസ് യൂണിഫോം ഒക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും, ബസ് സ്റ്റോപ്പിൽ ഇറങ്ങും, അവിടുന്ന് ഒരു ആളുടെ കൂടെ എന്താണ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്, ആളുടെ ഓട്ടോയിൽ ഫ്രീ ആയിട്ട് ഓട്ടം കൊടുത്തുകൊണ്ടേയിരുന്നു കേട്ടോ. അങ്ങനെ അവർ രാവിലെ മുതൽ ഓട്ടോറിക്ഷയിൽ അതുവഴി ഇതുവഴിയൊക്കെ പോകും. സ്കൂളിൻ്റെ സമയം കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് അതുപോലെ തന്നെ ബസ്സിൻ്റെ അവിടെ കൊണ്ടുവിടും ബസ് സ്റ്റോപ്പിൽ. അങ്ങനെ ബസ് കയറി വീട്ടിൽ പോവും. അങ്ങനെ ഒരു 3-4 ദിവസം ഇതേ ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയാണ്, അപ്പം ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഇങ്ങനെ ഒന്ന് സംസാരിക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മോക്ക് ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടനെ
ചേട്ടനോട് പ്രേമമാണോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആ ചേട്ടനെ ഇനി കല്യാണം കഴിക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? അപ്പം എന്നോട് പറഞ്ഞു, അതെന്നെ മിസ്സേ അങ്ങനെ പറയുന്നത്, ഞാൻ കൊച്ചല്ലേ, അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ടേ ഇല്ലെന്ന്. ഞാൻ പറഞ്ഞാൽ വെരി ഗുഡ്, നല്ല കാര്യമാണ്. പിന്നെ എന്താണ് ആ ചേട്ടനെ പിന്നെ ഇഷ്ടമാണ്? അപ്പം പറഞ്ഞു ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു വലിയ ഇഷ്ടമൊന്നും തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു പിന്നെന്താണ്? അന്നേരം പറയാണ്, അല്ല ആ ചേട്ടൻ എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണ്. ഞാനിങ്ങനെ സ്കൂളിലേക്ക് ബസ് ഇറങ്ങി നടന്ന് ഇങ്ങനെ ഓട്ടോയുടെ സൈഡിൽ കൂടെ നടന്നു വരുമ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതൊരു ഘടകം മാത്രമാണ്. അയാളോട് ഇഷ്ടമാണോ എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ പറഞ്ഞിട്ട് പറയാണ്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് അയാളെ ഇഷ്ടമേ അല്ല, എനിക്ക് അയാളോട് പ്രേമമില്ല, എനിക്ക് അയാളോട് സ്നേഹമില്ല. പിന്നെ എന്താണ് ഈ 3-4 ദിവസം ഇങ്ങനെ പോയതെന്ന് ചോദിച്ചാൽ പറയണം, അല്ല എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരാൾക്ക് എന്നോടൊരു കരുതലും സ്നേഹവും അടുപ്പവും ഒക്കെ കാണുമല്ലോ. അപ്പോൾ ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരാളോട് നമ്മളിതിനെ അത് റിജക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ എന്നോട് ആരും അങ്ങനെ എന്നെ ഇഷ്ടമാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും എന്നെ വഴക്കാണ് പറയുന്നത്. അപ്പോൾ എന്നോട് ഇഷ്ടമാണെന്ന് ഒരാൾ ഇങ്ങോട്ട് പറയുമ്പോൾ ഞാനത് റിജക്റ്റ് ചെയ്യേണ്ടതായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ കറങ്ങി നടന്നു എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ പോയി എന്ന് ചോദിക്കുമ്പോൾ പറയണം, ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോയി, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ മിടുക്കിയാന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറയുന്ന ഭംഗി വാക്കുകൾക്ക് എന്തൊരു വിലയാണ് കൊടുക്കുന്നത്. ക്ലാസ്സിൽ വന്നിരുന്ന് ടീച്ചർ പറയുന്ന തിരുത്തലുകളും വിമർശനങ്ങളും കേൾക്കുന്നതിനേക്കാൾ എത്ര സുഖകരമായ അനുഭൂതിയാണ് എങ്ങാണ്ട് കിടക്കുന്ന ഒരു ചേട്ടൻ നല്ലത് പറയുമ്പോൾ അല്ലേ. അപ്പം ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആരാണ് ഈ ചേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ? ഈ ചേട്ടൻ എന്നെക്കുറിച്ച് എന്തറിയാം? ഈ ചേട്ടനെ എന്നെ ഒന്ന് കണ്ടിട്ടുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? ഇത്തരത്തിലുള്ള ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാമെന്ന ഒരു പ്രശ്നമാണ് ഒരു നിസ്സാരമായ ഒരു പ്രൈസ് വേർഡിൻ്റെ പിന്നാലെ, ഒരു ഭംഗിവാക്കിൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ട് നശിപ്പിച്ച് കളയുന്നു. അതുകൊണ്ട് നമ്മൾ ഈ പ്രായത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഡിസേർവിങ് പീപ്പിൾ. യോഗ്യതയുള്ള ചില ആൾക്കാരുണ്ട്, അവർക്ക് അർഹതയുണ്ട് പറയാൻ. അവർ പറയുന്നത് അതിൽ ചില ശരിയുണ്ട് എന്ന് പൂർണ്ണമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് ഒരു റെബലിയസ് നേച്ചറാണ്, അവരാരാ ഇങ്ങനെയൊക്കെ പറയാൻ എന്നാണ്. പക്ഷേ വി ഹാവ് ടു identify that they have the importance and significance to rectify us. ഒരു സെക്കൻഡ്, എന്തായിരുന്നു PC മേടിക്കാൻ പോയ ആളാണ്? പിന്നെ ഓക്കെ മോളൊരു കാര്യം ചെയ്താൽ മതി, മേലിൽ സീന ടീച്ചറുണ്ട്, ആശി ടീച്ചറുണ്ട്, അവരെ ഏൽപ്പിക്കാം. അതിങ്ങനെ തന്നെ ടീച്ചേഴ്സിനോട് ഒന്ന് വെരിഫൈ ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ, നേരത്തെ അഡ്മിഷൻ കൊടുക്കാം. സോ ഐഡൻറ്റിഫൈ ദ ഡിസേർവിങ് പീപ്പിൾ. അവരെ നമ്മൾ തിരിച്ചറിയണം. അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിലും എന്തോ ഒന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. സോ നൗ വി തിങ്ക് അബൌട്ട് എ മീനിങ് ലൈഫ്. വി ലൈക്ക് ടു ഗ്രോ ടുവേർഡ്സ് എ ഫ്ലറിഷിംഗ് പേഴ്സണാലിറ്റി. എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയുള്ളൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ വേറൊരാളായിക്കൊണ്ടല്ല, നമ്മളായിക്കൊണ്ട് തന്നെ അർത്ഥപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം നയിക്കണം. വാട്ട് ഈസ് എ മീനിങ് ഫുൾ ലൈഫ്? ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നതാണ്? അല്ല. ഏറ്റവും കൂടുതൽ ഏറ്റവും എല്ലാവരും ആദരിക്കുന്ന ഒരു കസേരയിൽ കയറിയിരിക്കുന്നതാണ്? അല്ല. ഏറ്റവും കൂടുതൽ പേരിൽ അറിയപ്പെടുന്നതാണ്? ഇതൊന്നുമല്ല. ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവുമുള്ള വ്യക്തിയായി എൻ്റെ കഴിവുകളും എൻ്റെ കോൺട്രിബ്യൂഷൻസും ഒക്കെ എനിക്ക് പറ്റുന്നതുപോലെ ഈ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നുവെന്ന ബോധ്യത്തോടെ ഒരു ഇന്നർ പീസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒരു ഫ്ലറിഷിംഗ് പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പം സത്യത്തിൽ ഈ പേഴ്സണാലിറ്റി എന്നുള്ളൊരു ടേം തന്നെ വളരെ അബ്സ്ട്രാക്റ്റാണ്. ദ വേർഡ് ഈസ് ടേക്കൻ ഫ്രം ദ ഗ്രീക്ക് വേർഡ് വിച്ച് മീൻസ് പെർസോണ എന്ന് പറയുന്നൊരു ഗ്രീക്ക് വേർഡാണ്. ദ മീനിങ് ഈസ് മാസ്ക്. That is, we are supposed to wear different masks in different situations to adjust with the confusions and issues of the situation. നാം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ യഥാർത്ഥ മുഖം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു മുഖമല്ല. നാം വീട്ടിലിരിക്കുമ്പോൾ അതേ ഒരു മുഖത്തിലല്ല നാം യാത്ര ചെയ്യുമ്പോൾ ഉള്ളൊരു മുഖമല്ല ക്ലാസ്സിലെത്തുമ്പോൾ. നാം ക്ലാസ്സിലെത്തുമ്പോൾ ഉള്ള മുഖമല്ല നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുമ്പോൾ. ഫ്രണ്ട്സിനോടൊപ്പം ഒരു പ്രത്യേക മുഖത്തിലിരിക്കുമ്പോൾ ക്ലാസ്സിലേക്ക് ടീച്ചർ കയറി വരുമ്പോൾ വേറൊരു മുഖമാണ്, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ വി ആർ ലോട്ട് ഓഫ്
facial expressions or mask each day according to the situation. നമ്മളിങ്ങനെ കൂട്ടുകാരൊക്കെ കൂടി ബെഞ്ചിൽ ഇരുന്ന് ഹ ഹ ഹ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോഴാണ് ക്ലാസ്സിലോട്ട് ടീച്ചർ കയറി വരുന്നത്. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ ഗൗരവതരമായ ഒരു മുഖഭാവം അല്ലെങ്കിൽ സന്തോഷത്തോടെ തന്നെ ആ പൊട്ടിച്ചിരിയുടെ മുഖമൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഗൗരവതരമായൊരു മുഖഭാവം നമ്മൾ ഉൾക്കൊള്ളുന്നു അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യും. നാം വളരെ സങ്കടകരമായൊരു സാഹചര്യത്തിൽ ചെന്ന് നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അഹഹ എന്ന് പറയുന്ന ഭാവം നമ്മൾ വിട്ടിട്ട് കുറച്ചുകൂടെ ഈ പറയുന്നത് പോലെ അവരുടെ സങ്കടത്തിൽ അതെൻ്റെ സങ്കടമായി ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഒരു വിഷാദ ഭാവത്തിലായിരിക്കും ഞാൻ നിൽക്കുന്നത് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്ര തരത്തിലുള്ള മാസ്ക് ഓരോ ദിവസവും ധരിക്കുന്നുണ്ട്. മാസ്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു മുഖം മൂടി എന്ന് മാത്രമല്ല അർത്ഥം. ദ മാസ്ക് ഇറ്റ് സെൽഫ് ഷോസ് വാട്ട് ഈസ് ദ ഇന്നർ ഫീലിംഗ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഓവേർട്ട് ബിഹേവിയറിൻ്റെ ഒരു എക്സ്പ്രഷനാണ് മാസ്ക് എന്ന് പറഞ്ഞത്. എന്താണ് നമ്മുടെ ഉള്ളിലെ വികാരം അത് തന്നെ പുറത്ത് പ്രകടിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ഓവേർട്ട് ബിഹേവിയർ. അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിലെ എല്ലാ ഭാവങ്ങളും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അങ്ങനെയുള്ള ഭാവങ്ങൾ ഉള്ളവരാണ് നാം എന്ന തിരിച്ചറിവാണ് ഏറ്റവും അനിവാര്യം. ഒരേ ദിവസം തന്നെ സങ്കടം, സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, പിന്നെ പ്രയാസം ഇതെല്ലാം കയറി വരും. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. സോ each individual is a combination of different cross sections of our emotions, situations അല്ലേ? പലതരം ക്രോസ് സെക്ഷൻസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ അതാണ് നമ്മൾ. സത്യം പറഞ്ഞാൽ നമ്മൾ തനിച്ചിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണോ തോന്നാറുള്ളൂ, സങ്കടമാണോ തോന്നാറുള്ളൂ, പലപ്പോഴും പല ആൻസൈറ്റീസ് ഒക്കെയാണ് നമുക്ക് വരുന്നത് അല്ലേ? പക്ഷെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് നമ്മൾ കളിച്ച് ചിരിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു സം ടോട്ടലാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തി അല്ലേ? അപ്പോൾ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക എലമെൻറ്റ് മാത്രമായിട്ടുള്ളതല്ല. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ട്രേറ്റ്സ് ദാറ്റ് വി പൊസസ്. അതിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ പ്രകടമാക്കുന്ന ട്രേറ്റ്സ് ആണ് മറ്റുള്ളവർ കാണുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, നമ്മളിങ്ങനെ ഈ രണ്ട് ചിത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലേ? ഇവരിൽ ആരുടേതാണ് കൂടുതൽ മെച്ചപ്പെട്ട പേഴ്സണാലിറ്റി, കൂടുതൽ മെച്ചപ്പെട്ട മീനിങ് ഫുൾ ലൈഫ് ആയിട്ട് തോന്നുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? പ്ലീസ് കം. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഇതിനുള്ള ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ആൻസർ പറയാം. ഹു പൊസസ് മോർ പേഴ്സണാലിറ്റി? പറയും. ഇഷ്ടമുള്ള എന്തും പറയാം കേട്ടോ. രണ്ട് മനുഷ്യരുടെ ചിത്രമാണ്. രണ്ടുപേർക്കും മീശയുണ്ട്, രണ്ടുപേർക്കും കണ്ണടയുണ്ട്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒരാൾക്ക് മുടിയില്ല, ഒരാൾക്ക് മുടിയുണ്ട് അല്ലേ? ഒരാൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഒരാളുടെ എന്താണ് ഹാഫ് നേക്കഡ് ആയിട്ടുള്ള ആളാണല്ലോ നമ്മുടെ ഗാന്ധിജി. അതുകൊണ്ട് അതില്ല എന്നേ ഉള്ളൂ. ഹു പൊസസ് മോർ പേഴ്സണാലിറ്റി? വാട്ട് ഈസ് യുവർ ആൻസർ? പറയൂ, എന്തെങ്കിലും പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഹലോ മാം. യെസ്. രണ്ടും വ്യത്യസ്തമായ പേഴ്സണാലിറ്റിയാണ്. അത് അവരുടെ ചോയ്സ് ആണ്. നമുക്ക് അവരെങ്ങനെയാണോ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദേ ആർ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്. വെരി ഗുഡ്, എക്സലന്റ് ആൻസർ. ഹു പൊസസ് മോർ പേഴ്സണാലിറ്റി? അതിന് ഒരു പക്ഷേ ബോത്ത് ആർ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ബിക്കോസ് ദെയർ ഫീൽഡ്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ദേ ഹാവ് ദെയർ ഓൺ കോൺട്രിബ്യൂഷൻസ് ഇൻ ദിയർ ഫീൽഡ് അല്ലേ? അത് വളരെ മനോഹരമായിട്ടുള്ള ഉത്തരവാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തു കേട്ടോ. രണ്ടുപേരും യെസ് പറഞ്ഞോളൂ. ഹു പൊസസ് മോർ പേഴ്സണാലിറ്റി എന്നല്ലേ ചോദിച്ചേക്കണേ? യെസ്. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് മെഷറാണ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ്. മോർ അല്ലെങ്കിൽ ലെസ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നതല്ലേ ശരി? ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് മെഷർ. അതുകൊണ്ടാണ് ഹൗ മച്ച് എന്നൊന്നും ചോദിക്കുന്നത്, ഹൗ മെനി എന്നൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. ഹു കമ്പയർ ചെയ്യണം, മോർ ഓർ ലെസ് എത്ര പറയുന്നു. ഹൂസ് അക്കോർഡിംഗ് ടു മൈ പെർസെപ്ഷൻ. ഓക്കെ എന്താ മോനെ പറഞ്ഞത്? ഹലോ മിസ്, നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. തീർച്ചയായിട്ടും അങ്ങനെ എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആയിട്ട് കാണാൻ പറ്റില്ലല്ലോ. മോർ ഓർ ലെസ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. വെരി ഗുഡ്, നല്ലൊരു കാഴ്ചപ്പാടാണ്. ജോസഫ് പറയുന്നതിനോട് നമുക്ക് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ്, ഇറ്റ് ഈസ് വെരി ഈസി ടു കമ്പയർ. ഹൈ ലോ അങ്ങനെയൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സിൻസ് ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് മെഷർ, ഈസ് ഇറ്റ് പോസിബിൾ ടു കമ്പയർ
വെരി ഗുഡ് പെർസെപ്ഷൻ. തീർച്ചയായിട്ടും നല്ലൊരു ചിന്തയാണ് പങ്കുവച്ചത്. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു കമ്പയർ ദ പേഴ്സണാലിറ്റി ഓഫ് ടു പേഴ്സൺസ്. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ ആൻസർ. ദെൻ എനിത്തിങ് എൽസ് ടു ആഡ്? കണ്ടോ എത്ര വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് വരുന്നത്. വെരി ഗുഡ്. അങ്ങനെ നാം ചിന്തിക്കുന്നത് തന്നെ ശരിയാണോ എന്നുള്ളതാണ് ജോസഫിന്റെ ആർഗ്യുമെന്റ്. ഇറ്റ് ഈസ് സംതിങ് വെരി കൺഫ്യൂസിങ് സിൻസ് പേഴ്സണാലിറ്റി ഈസ് എ ക്വാളിറ്റേറ്റീവ് മെഷർ. It is made up of, or it's a totality of the different traits and qualities of a person. So how do we compare? Is it possible to compare? Very good. അങ്ങനെ ചിന്തിക്കണം, ചിന്തിക്കാൻ പറ്റണം. The first answer, both are great personalities. That is a beautiful answer. Now Joseph said it is very difficult to compare the personalities of two individuals, whoever it is. Very good. Then anything else to add? പറയൂ, എന്തെങ്കിലുമൊക്കെ പറ. നമ്മൾ ഇനി എപ്പോൾ കേൾക്കാനാ ശബ്ദം? കൂടുതൽ എന്തെങ്കിലും മനോഹരമായ ചിന്തകളുണ്ടോ? ഇതൊക്കെ മനോഹരമായ ചിന്തകളാണ് അല്ലേ? നമ്മൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു, വളരെ നല്ല ഒരു ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? ടു തിങ്ക് കൺസ്ട്രക്റ്റീവ്ലി അല്ലേ, ടു ആക്ട് മീനിങ് ടു ലിവ് സക്സസ്ഫുള്ളി എന്നൊക്കെയാണ്. ടു തിങ്ക് കൺസ്ട്രക്റ്റീവ്ലി എന്നുള്ളതിൻ്റെ റെസ്പോൺസസ് ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമോ അത് കേൾക്കുന്നത് തന്നെ. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനെ നിങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ആരും ഒന്നും പറയാത്തത് കൊണ്ട് ഇല്ല എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാവാം. തീർച്ചയായിട്ടും എല്ലാവരും ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. So it is very difficult to compare the personality of one individual with other. These two persons are very familiar for us, and we think that they have their own contributions in their field, and so we see them as great personalities. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള രണ്ട് മനുഷ്യരെ ഇതുപോലെ എടുത്തു വെച്ച് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലുമില്ല. ബിക്കോസ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്, ആൻഡ് ദിസ് യുണീക്നെസ് ഓഫ് പേഴ്സണാലിറ്റി, ദിസ് particular success of life or flourishing personality, whatever it is, it depends upon the ability of a person to survive in the midst of struggles, the ability to face the challenges of life. And we say it is the nature of the adjustment capacity of the individual. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് സംഭവിച്ച എത്ര വ്യത്യസ്തമായിട്ടുള്ള ഭരണപരമായ തന്ത്രങ്ങളോടും കുതന്ത്രങ്ങളോടും എത്ര ഭംഗിയായി അഡ്ജസ്റ്റ് ചെയ്താണ്, അതിനോടൊക്കെ വളരെ കൃത്യമായ തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തിയാണ്, അതിനോടൊക്കെ പോരാടിയാണ് ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ലെവലിൽ നിന്നിട്ടുള്ളത്. ആൻഡ് സിമിലർ ടു ദാറ്റ്, വാട്ട് ഈസ് ദ അഡ്ജസ്റ്റ്മെന്റ് കപ്പാസിറ്റി ഓഫ് മമ്മൂട്ടി എന്ന് പറയുന്നത്? ഫിലിം ഫീൽഡിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെയല്ല. ദ ഫിലിം ഫീൽഡ് ഇറ്റ് സെൽഫ് ഹാസ് ഇറ്റ്സ് ഓൺ കോമ്പറ്റീഷൻസ്, its own issues, its own problems, but he also has his own adjustment ability in that particular field. പല വ്യത്യസ്ത തരത്തിലുള്ള കപ്പാസിറ്റീസും ഉപയോഗപ്പെടുത്തി അഡ്ജസ്റ്റ് ചെയ്താണ് ഒരു ഗ്രേറ്റ് ഫിലിം ആക്ടർ എന്നുള്ള തലത്തിൽ എത്തി നിൽക്കുന്നത്. അതർവൈസ് ഇഫ് ഹി തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് മൈ പ്ലേസ് ടു എക്സ്പ്രസ് മൈ ടാലൻസ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നെങ്കിൽ മമ്മൂട്ടി എന്നൊരു ആക്ടർ അവിടെ കാണത്തില്ലായിരുന്നു അല്ലേ? And I believe that all of you have high potentials to adjust with the situation. That is why you are attending this webinar. നമ്മളൊരു പുതിയ കോളേജിൽ പഠിക്കാൻ വന്നപ്പോൾ നമുക്ക് തുടക്കത്തിലൊന്നും ചില ഇഷ്ടങ്ങളൊക്കെ നമുക്ക് അത്ര പോരായിരുന്നു. But we try to adjust with the institution, adjust with the teachers, adjust with the peer group, adjust with the subjects we learn, and that adjustment is the reason for our survival. അതാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കാൻ കാരണം. And I strongly believe that it is not very pleasing thing to participate in a webinar, especially in the afternoon. ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയം ഇതുപോലെ ഇങ്ങനെ ഇരിക്കാന്ന് പറയുന്നതിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അല്ല, നമ്മൾ ഇതിൽ So we have to identify that this adjustment capacity, yes, in the afternoon it is very difficult, but you are beautifully adjusting with this situation. Unlike
എത്ര ഭംഗിയായിട്ടാണ് എല്ലാവരും കൃത്യമായിട്ട് ജോയിൻ ചെയ്യുന്നു, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ we have our own other activities in which we would like to engage with. നമുക്ക് ഇഷ്ടമുള്ള വേറെ പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ടെലിവിഷൻ ഓൺ ആക്കിയാൽ ഒരു സിനിമ കണ്ട് അവിടെ വിശാലമായിട്ട് കിടക്കാം. ബട്ട് സ്റ്റിൽ we adjust with the situation that we are attending this particular webinar. അല്ലേ? So what is the result of this adjustment? That decides our success of life. As a person, we have to continuously adjust with different situations of the society, different situations of our family, and personal adjustments too. Then when we try to continuously adjust with the situation, what is the result of that? Is it happiness or frustration? That decides the success of life, or that decides the meaning of life. ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ഫ്രസ്ട്രേഷൻ ആണോ, ഹാപ്പിനെസ് ആണോ? ഞാൻ ഇഷ്ടമുള്ള ഒരു ഫിലിം സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വന്നൊരു വെബിനാറിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് ഹാപ്പിനെസ് ആണ് ഉണ്ടാകുന്നത്? അതോ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണോ ഇരിക്കുന്നത്? ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലേ? ഞാനിപ്പോൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത് എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്, ഓർ ആം ഐ ഫ്രസ്ട്രേറ്റഡ്? സോ ദിസ് ഈസ് എ focus towards the personality, whether it is flourishing or languishing. We all expect that we have to lead a flourishing personality. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള, കളർഫുൾ ആയിട്ടുള്ള, മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി വേണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ അതങ്ങ് മുങ്ങിത്താന്നു പോകുന്ന ഒരു കപ്പൽ പോലെ ജീവിത സാഹചര്യങ്ങളോട് മല്ലടിച്ച് പോരാടി അങ്ങ് തകർന്ന് തരിപ്പണമായി പോയാലോ, മുങ്ങിപ്പോയാലോ? ദാറ്റ് ഈസ് ലാങ്ക്വിഷിങ് പേഴ്സണാലിറ്റി. ഒരു പരിധി വരെയൊക്കെ വല്ലവർക്കുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ നമ്മളങ്ങ് മുങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ എത്ര പേര് നമ്മളെ സഹായിക്കാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് നാം തന്നെ ഇല്ലെങ്കിൽ പിന്നെ we will become languishing personality. So a meaningful life is a flourishing personality. It is a journey towards flourishing personality. Okay, നമുക്ക് എക്സർസൈസ് ചെയ്യാമേ. നമ്മൾ ഇന്നലെ ഒരു എക്സർസൈസിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ഒരു പിക്ചർ സെൻട്രൽ വെച്ചാൽ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് അഡ്ജക്റ്റീവ്സ് ദാറ്റ് ആർ മാച്ചിങ് ഫോർ us. നിങ്ങളെല്ലാവരും കുറേ രസകരമായിട്ടുള്ള നല്ല നല്ല അഡ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞു. Now this exercise is something that decides our emotions, our attitudes, our beliefs about the self. നമുക്ക് നോക്കാം. ഈ പറയുന്ന ഓരോ അഡ്ജക്റ്റീവ്സും നമുക്ക് മാച്ചിങ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അതിനൊരു സ്കോർ ഇട്ടേക്കണം കേട്ടോ. 25ഓളം അഡ്ജക്റ്റീവ്സ് ഞാനിവിടെ പറയും. ടോട്ടൽ 25 അഡ്ജക്റ്റീവ്സ്. ഇതിലേതെങ്കിലും ഒക്കെ നമുക്കുണ്ട് എന്ന് തോന്നിയാൽ അതിന് നമുക്ക് 1 ഇട്ട് പോവാം. അപ്പോൾ ഔട്ട് ഓഫ് 25 നമുക്ക് എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ടേക്ക് ദ ഫസ്റ്റ് വൺ. I am confident. ആണെന്ന് തോന്നുവാണെങ്കിൽ 1 കേട്ടോ. സ്കോർ ഇട്ടങ്ങ് പോയാൽ മതി. I am confident. I am free always. That means my thinking is free. എന്താണ്? Free from very narrow minded thoughts. I am very free. Third one, I am sympathetic to all. Fourth one, I am interested in people, in my subject, in my institution, and generally I have an interest towards anything positively. Fifth one, I am a satisfied person. Sixth one, I am receptive. എനിക്ക് മറ്റുള്ളവർ പറയുന്നതും അല്ലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതൊക്കെ റിസീവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. I can accept new ideas, new situations, and other people also feel that I am an accepting person. ആരെയും സ്വീകരിക്കാനുള്ളൊരു മനസ്സുള്ള ആളാണ്. 8th one, I am kind. 9th one, generally I am calm. പൊതുവെ വളരെ കാം ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ 0 കേട്ടോ.
I am peaceful. ആണോ? എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് നല്ല സമാധാനമുള്ള ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും പറയും, എന്തു നല്ല കുട്ടിയാണെന്നൊക്കെ പറയും അല്ലേ? ഐ ആം കംഫർട്ടബിൾ. ജനറലി എല്ലാ കാര്യങ്ങളിലും വളരെ കംഫർട്ടബിൾ ആണ്. ഓൾവേസ് എൻകറേജ്ഡ്. എപ്പോഴും മറ്റുള്ളവരുടെ പ്രോത്സാഹനങ്ങളും ഒക്കെ കിട്ടുന്നു. അതുപോലെ തന്നെ അതൊക്കെ വളരെ നന്നായി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ എൻകറേജ്മെൻറ്റും എനിക്കുണ്ട്. ഐ ആം ക്ലെവർ. യൂഷ്വലി ഐ ആം ക്വയറ്റ്. I am relaxed. I am fortunate. I am an inspired person. I have my own determinations. I am highly enthusiastic. I am bold. I am optimistic. എന്തും എനിക്ക് നന്നായി വരും, നല്ലതേ വരൂ, വരാൻ പോകുന്നതൊക്കെ വളരെ നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഓപ്റ്റിമിസ്റ്റിക്. I am a loving person. I am sensitive. I am a devoted person. Devoted to my duties, responsibilities. I am thankful. I am thankful to all people, to all blessings. Okay. So I hope you have completed out of 25 objectives which are closely matching for me. അത് മാത്രം നമ്മളൊന്ന് നോക്കി വെക്കുന്നു. ചിലർക്ക് 25 out of 25 കാണും, ചിലർക്ക് അത്രയും കാണണമെന്നില്ല. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നോ പ്രോബ്ലം. എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ. Now, this is the next exercise. ആദ്യത്തെ സ്കോർ കൂട്ടിയത് അവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? കൂട്ടി വെച്ചേക്കണേ. Out of 25, what is your score? അത് കാണണേ. This is the next exercise. Choose the adjectives that are relevant for you. Again, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, സന്തോഷമാണ്. പക്ഷെ ഇതും നമുക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. നമുക്ക് നോക്കാം ഇതിലേതൊക്കെയാണ് നമുക്കുള്ളതെന്ന്. 1. Angry. ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമുക്കുണ്ടല്ലോ അല്ലേ? അപ്പൊ സ്കോർ ഇടണം കേട്ടോ. സത്യസന്ധമായിട്ട് ചെയ്തു പോണേ. ആങ്ക്രി. ഐ എം ഫിയർഫുൾ. ഫ്രസ്ട്രേറ്റഡ്. അസ്വസ്ഥതയാണ് എനിക്ക് എപ്പോഴും, ഫ്രസ്ട്രേഷൻസ് ആണ്. ആങ്ഷ്യസ്. I am a complaining person. Sometimes cheating. Hateful. Insulting. Nervous. I am easily provoked. ചെറിയ കാര്യം മതി, ഞാൻ ആകെപ്പാടെ വിക്ഷോഭത്തോടുകൂടി ബഹളം വെക്കാൻ തുടങ്ങും. ഈസിലി പ്രൊവോക്ഡ്. I am a rejected person. Restless. I am a suspicious person. Sorrowful. Usually tensed.
unhappy, shy, pessimistic. I feel I'm inferior. Yes. Pessimistic means? Pessimistic means I always believe that something bad is coming to me. I always see the negatives of things. എല്ലാത്തിൻ്റെയും നെഗറ്റീവ് മാത്രമേ എന്നെ പെട്ടെന്ന് കാണും. പെട്ടെന്ന് മറ്റുള്ളവരുടെ മോശം കാണും. വരാൻ പോകുന്നതൊക്കെ മോശമാണെന്ന് ഞാൻ ഇപ്പോഴേ സങ്കല്പിക്കും. ഓക്കെ, ദാറ്റ് ഇസ് എല്ലാത്തിൻ്റെയും നെഗറ്റീവ് നമ്മൾ ഫീൽ ചെയ്യും. ഐ എം ഇൻഫീരിയർ. I feel inferior to all my peer group, my friends. അവരെക്കാളൊക്കെ മോശമാണ് ഞാനെന്ന് ചിന്തിക്കുന്നു. Alone, തനിച്ചാണ്, എന്നെ ആരും സഹായിക്കാനില്ല. Depressed, നിരാശയാണ്. ഓക്കെ, അതിൻ്റെ സ്കോർ നോക്കിക്കേ. ഔട്ട് ഓഫ് 25 എത്രയുണ്ടെന്ന് നോക്കുക. യെസ്, നോക്കിയല്ലോ അല്ലേ? ആദ്യം നമുക്ക് ഒരു സ്കോർ കിട്ടി, ഇപ്പോഴും ഒരു സ്കോർ കിട്ടി അല്ലേ? അപ്പം നമ്മൾ എന്താ കണ്ടതെന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് എക്സർസൈസിൽ നമ്മൾ കണ്ടതൊക്കെ പോസിറ്റീവ് അഫക്റ്റ് ആയിരുന്നു. പോസിറ്റീവ് അഫക്റ്റ് മീൻസ് ഓൾ ദോസ് ഇമോഷൻസ് വിച്ച് ഹാസ് പോസിറ്റീവ് ഇമ്പാക്റ്റ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ. അല്ലെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പോസിറ്റിവിറ്റി. ഇത്രയും ഈ പറഞ്ഞ 25 അഡ്ജക്റ്റീവ്സും എനിക്കുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉള്ള ആളാണ്. ഞാൻ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ആ ഗ്രൂപ്പിനെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ പേരും എൻ്റെ ഒരു പ്രസൻസ് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ഭയങ്കര നല്ല ഒരു പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എനിക്കുണ്ട്, പോസിറ്റീവ് അഫക്റ്റ്. രണ്ടാമത് പറഞ്ഞതെല്ലാം നെഗറ്റീവ് അഫക്റ്റ് ആണ്. അതിൽ കുറച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അല്ലേ? അതിൽ 25 നമുക്കുണ്ടോ എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. സോ ആസ് എ ഹ്യൂമൻ ബീയിങ് വി ഓൾ ഹാവ് എ കോമ്പിനേഷൻ ഓഫ് ദിസ് പോസിറ്റീവ് അഫക്റ്റ് ആൻഡ് നെഗറ്റീവ് അഫക്റ്റ്. ആൻഡ് തിങ്ക് ഓഫ് ദ ലാസ്റ്റ് 1 hour. ഒരു കഴിഞ്ഞ ഇൻ ബിറ്റ്വീൻ 12:30 to 1:30 എന്നുള്ളൊരു 1 hour എടുത്താൽ ഈ പറയുന്ന പോസിറ്റീവ് അഫക്റ്റിൽ എത്ര എണ്ണം എൻ്റെ ഫീലിങ്സിൽ വന്നു, എനിക്ക് കടന്നു വന്നു. ഞാൻ കാമായിരുന്നു, പീസ്ഫുൾ ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു, റിലാക്സ്ഡ് ആയിരുന്നു. ആ സമയത്ത് എനിക്കുണ്ടായ ചിന്തകളൊക്കെ ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. ഞാൻ ബോൾഡായിട്ട് റെസ്പോണ്ട് ചെയ്തു. കഴിഞ്ഞ 1 മണിക്കൂർ സമയം എടുക്കുക. ആ 1 മണിക്കൂർ സമയത്ത് തന്നെ ഈ പറയുന്ന നെഗറ്റീവ് അഫക്റ്റും നമുക്ക് ഉണ്ടാകാനുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സംടൈംസ് ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിട്ടുണ്ട്, ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ആങ്സൈറ്റി ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ടാസ്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ആങ്സൈറ്റിയാണ്. അത് ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ ഉള്ള ഒരു നെർവസ്നെസ് ഉണ്ടല്ലേ? And when I ask questions for you, even if all of us have our own thought process and answers and responses, some are shy to express their feelings. So കഴിഞ്ഞ 1 മണിക്കൂർ എടുത്താൽ ഈ പറഞ്ഞ പോസിറ്റീവ് അഫക്റ്റും നെഗറ്റീവ് അഫക്റ്റും രണ്ടും ഒരുപോലെ നമ്മിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ആവണം, അങ്ങനെ ആകും, സംശയം വേണ്ട. ബട്ട് വൺ തിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദിസ്? അപ്പോൾ നമുക്കൊരു ചെറിയ കാൽക്കുലേഷൻ ഉണ്ട്. What is the total score? Others, please mute. Okay, phone കിട്ടിയെന്ന് വരുതട്ടെ അല്ലേ? ടോട്ടൽ സ്കോർ ഓഫ് പോസിറ്റീവ് അഫക്റ്റ് ബൈ ടോട്ടൽ സ്കോർ ഓഫ് നെഗറ്റീവ് അഫക്റ്റ്. ഒരു കാൽക്കുലേഷനാണ്, ഡിവിഷനാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ഇന്നലെ ഇന്നുമായിട്ട് എത്ര കാൽക്കുലേഷൻസ് ഒക്കെ പഠിച്ചല്ലേ? മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, സിമ്പിൾ. ജീവിതം ഒരു വലിയ കണക്കില്ലാത്ത കണക്ക് കൂട്ടലുകളുടെ ഒരു വലിയ സമസ്യയാണെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഇതെല്ലാം കണക്കാണ്. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. പോസിറ്റീവ് അഫക്റ്റിന് കിട്ടിയ ഒരു സ്കോർ ഉണ്ടല്ലോ, 25, 20, 23, 18 ഒക്കെ ആയിരിക്കും. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്കോർ ഓഫ് നെഗറ്റീവ് അഫക്റ്റ്. അതിൻ്റെ അകത്തും കാണും 10, 12, 15 അങ്ങനെയൊക്കെ കിട്ടിക്കാണും. ചിലപ്പോൾ 3, 4 അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടി. അപ്പം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അതൊന്ന് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ ഉള്ള ഒരു ഡിജിറ്റാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ആദ്യത്തേസിൽ എല്ലാം 25ൽ 24 ഉണ്ടായിരുന്നു. നെഗറ്റീവ് അഫക്റ്റ് കിട്ടിയത് 8 ആണ്. അപ്പം 24 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 അല്ലേ? ആദ്യത്തേതിൽ എനിക്ക് 25 ഔട്ട് ഓഫ് 25 ആയിരുന്നു. നെഗറ്റീവിൽ അഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പം
എനിക്ക് 5 ഉള്ളൂ. സോ വാട്ട് ഇസ് 25/5? ആൻസർ ഇസ് 5. പോസിറ്റീവ് അഫക്റ്റ് എനിക്ക് 23 ആയിരുന്നു. നെഗറ്റീവ് അഫക്റ്റ് 20 ആണ്. സോ 23/20 എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് വരും അല്ലേ? അപ്പം വിത്ത് ഡെസിമൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കിട്ടിയാൽ മതി, കറക്റ്റ് ആയിട്ടുള്ളത് വേണ്ട. കാൽക്കുലേഷൻ അത്രയും അങ്ങ് ഇതാക്കണമെന്നില്ല. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റ് ഇപ്പുറത്ത് കിട്ടിയാൽ മതി, ഡെസിമൽ വിട്ടേക്കുക. സോ ഇഫ് ദ സ്കോർ ഇസ് 3 or more, my personality is a meaningful personality, or I am flourishing with peak performance. I can flourish. ആദ്യത്തെ സ്കോറിനെ രണ്ടാമത്തെ സ്കോർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 3ൽ നിന്ന് കൂടുതലാണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് 3 or more, I can lead a meaningful life, a flourishing life, a happy life. If the score is in between 2 and 3, I am managing to flourish, and through continuous effort and encouragement from other people, I can overcome my barriers. I can flourish. I can lead a meaningful life. If the score is in between 2 and 1, I am languishing. എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെപ്പാടെ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ മുകളിലോട്ട് പോകേണ്ടതിന് പകരം താഴോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ താഴോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ആൻഡ് ഇഫ് ദ സ്കോർ ഇസ് ലെസ് ദാൻ 1, ലെസ് ദാൻ 1 ആകുന്ന എപ്പോഴാണ്? പോസിറ്റീവ് അഫക്റ്റിനേക്കാൾ കൂടുതൽ സ്കോർ നെഗറ്റീവ് അഫക്റ്റിനാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ലെസ് ദാൻ 1 വരുന്നത്. ദെൻ ഐ ആം ഗോയിങ് ടു ഡിപ്രഷൻ. ലാംഗ്വിഷിങ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റ്. ലാംഗ്വിഷിങ്ങിനും ഉണ്ട് ഒരു പീക്ക് പോയിന്റ്, നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ഒരു ഡിപ്രഷൻ ലെവലിലേക്ക്. So this score is known as total score of positive affect by total score of negative affect. അതിന് പറയുന്ന പേരാണ് പോസിറ്റിവിറ്റി റേഷ്യോ. അപ്പോൾ ഇത് നമുക്കിപ്പം നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 25 ആയിട്ടുള്ള അഫക്റ്റിലെ 25 എലമെന്റ്സ് മാത്രമാണല്ലേ. എന്തുമാത്രം എലമെന്റ്സ് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളൊരു നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് എലമെന്റ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. So this positivity ratio, this is proposed by Luxada, and this is known as Luxada ratio and positivity ratio. Then this ratio indicates whether the personality is going to be a flourishing one or a languishing one. And what does it indicate? We have to maintain different kinds of positive affect. In spite of the different issues and different problems of life, we have to maintain, we have to follow, we have to develop different positive affect like confidence, peacefulness. We have to be comfortable, we have to be optimistic, we have to get inspiration from other people from different situations, and we have to feel that we are fortunate and we have a blessed life. We have to be receptive and thankful too. And at the same time, since we are human beings, we also will have negative affect, but try to reduce the influence of the negative affect in the sense that they cannot be used as an adjective for us. All these negative affect or the components may occur continuously, but when it persistently appear as a part of our behavior, that will become an adjective for us. ഒരാളെ ഒരു പേര് പറഞ്ഞൊരു അഡ്ജക്റ്റീവ് ആയിട്ട് തന്നെ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ അയാളെ കാണുന്ന മിക്കവാറും ഒക്കെ സമയം തന്നെ അയാളിൽ ഈ ഒരു ട്രേറ്റ് കാണുന്നതുകൊണ്ടാണ് അല്ലേ? നമ്മൾ കാണുമ്പോഴൊക്കെ ഒരാൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അയാൾ ഒരു കംഫർട്ടബിൾ ആണ്, ഹാപ്പിനെസ് ഒരു ട്രേറ്റ് ആയിട്ട് ആൾക്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ? അല്ലാതെ ഒരു ഇൻസിഡന്റ്, ഒരു സിമ്പിൾ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ മാത്രം ഒന്ന് ചിരിച്ചു എന്ന് പറയുമ്പം അതിനെ ഒരു അഡ്ജക്റ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വി ഹാവ് ടു മെയിൻറ്റെയിൻ കണ്ടിന്യൂസ് ആൻഡ് കോൺസ്റ്റന്റ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ദാറ്റ് ഡിസൈഡ് അവർ പേഴ്സണാലിറ്റി ഇൻ എ പോസിറ്റീവ് വേ. So this is positivity ratio. Okay. Now,
In order to lead a meaningful life or to get a flourishing personality, we have to maintain certain level of emotional stability in our life. അത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം സെഷനുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. The first element is we should have a positive self-esteem. And just we have seen the example of Lizzie Velasquez. And the way by which we define the self, that is very important. So physical beauty is not a trait for definition, or physical beauty is not a necessity for a meaningful life. സന്തോഷകരമായ ഒരു ജീവിതത്തിന് ഒരിക്കലും ശരീരത്തിന്റെ സൗന്ദര്യം ഒരു ഘടകമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതൊരു ഘടകം നമുക്കറിയാം. ഇപ്പം ഒരു കാലത്തൊക്കെ ഒരു കാൽ നൂറ്റാണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നതിനെ ഒരു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഫിലിം ഫീൽഡിലൊക്കെ അതൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആയിരുന്നു. സൗന്ദര്യമുള്ള ഒരാൾക്കായിരുന്നു സിനിമയിലൊക്കെ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പോലും ഇല്ലല്ലോ. അഭിനയം എന്ന് പറയുന്ന ഒരു ടാലന്റിനാണ് പ്രാധാന്യം, അല്ലേ? നാം കാണുന്ന സിനിമാ നടന്മാരും നടിമാരും ഒക്കെ എല്ലാവരും സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നും അല്ല. അത് ഈവൻ ലേഡീസ് ആണെങ്കിലും കൊള്ളാം, ജെൻസ് പിന്നെ പണ്ടേ കോമൺ ആയിരുന്നു. സോ വാട്ട് ഈസ് ദിയർ എബിലിറ്റി ടു എനാക്ട് ദ പർട്ടിക്കുലർ ക്യാരക്ടർ ഇൻ ദ ഫിലിം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഏത് ഫീൽഡിലാണെങ്കിലും മനസ്സിലാക്കേണ്ടത് ശരീര സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല, ജീവിതത്തിന് അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഘടകമല്ല. ബട്ട് വി ഹാവ് ടു ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് തിങ്കിങ് സ്കിൽസ്, and that should be reflected in our words and behavior. Last year, when Miss America contest had conducted, and at the final judgment, the judges decided to eliminate 2 rounds of the competition. നമ്മൾ മിസ് അമേരിക്ക കോൺടെസ്റ്റിലെ പേപ്പറിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ വാർത്തയായിട്ട് വന്നതാണ്. അതിൻ്റെ ഒരു അവസാന റൗണ്ടിൽ എത്തിയപ്പോൾ നമുക്ക് മറ്റുള്ളവരെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കുറച്ച് പേരെ കിട്ടിയിട്ട് അവസാന റൗണ്ടിലേക്ക് കടന്നപ്പോൾ 2 important rounds were eliminated from the competition. അതിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളുടെ ശരീരം ഏതാണ്ട് പൂർണ്ണമായും തന്നെ പ്രകടമാകുന്ന തരത്തിലുള്ള മിസ് ബിക്കിനി റൗണ്ട് ആൻഡ് മിസ് സ്വിം സ്യൂട്ട് റൗണ്ട്, 2 റൗണ്ടുകൾ അത് ഒഴിവാക്കി. അത് ഒഴിവാക്കിയപ്പോൾ അതിൻ്റെ ജഡ്ജസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കമൻ്റ് ഉണ്ട്. We are not expected to see the beauty of their body or judge the beauty of their body. The beauty lies in the heart of a girl. Let us listen. Let us ask more questions to them. Let us see the beauty of their thought process. Those will be reflected in their words. So let us listen the beauty of their words so that we can see the beauty of their heart, their brain. So a beautiful brain is very important. And how does it become beautiful? Through the beauty of the thinking process. So define the self with the thinking skills and the abilities that we possess. And of course, that thought process will be reflected in our words and actions. And that make us beautiful. So always try to develop a positive self-esteem with the skills, with the thinking skills, with the beautiful thoughts. Emotional stability is an important component, but it is very difficult to maintain a stable or equilibrium for our emotions. You can see the picture here. ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോണിന്റെ മുകളിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റോൺ വെച്ചിരിക്കുന്നു. അതിന്റെ മുകളിൽ 2 പെബിൾസ്, റോക്ക്, അത് വലിപ്പമുള്ളത് തന്നെയാണ്, അത് വെച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കീപ്പ് എ പൊസിഷൻ ലൈക്ക് ദിസ്. ഇതുപോലെയുള്ള കുറച്ച് പീസസ് ഓഫ് റോക്സ് ഒക്കെ തന്നിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, അല്ലേ? ഇതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം എടുക്കും. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമ്മുടെ ഒരു മനസ്സിനെ ഒന്ന് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാക്കുക എന്ന് പറഞ്ഞാലും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. It is very difficult. So we have to be aware of the different emotions that we have, and we have to regulate it properly. We all have different emotions. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു, I am short tempered.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഐ ആം അവെയർ ഓഫ് മൈ ഇമോഷൻസ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും എന്നൊക്കെ പറയുമ്പോൾ വി ആർ അവെയർ ഓഫ് ദി ഇമോഷൻസ്. അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകുന്നത് നമുക്ക് എപ്പോഴും അതിൻ്റെ പേരിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതിന് സഹായകരമായിട്ട് മാറും. So we have to regulate it properly. Regulation in the sense that we have to identify the situations which make disturbances in the stability, and we have to manage those situations. Sometimes it is very difficult to avoid all the situations that make us frustrated, that making problems for us, but we have to manage it. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എല്ലാത്തിനെയും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. പക്ഷെ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയാണ് നമുക്ക് വേണ്ടത്. And thus we have to maintain an equilibrium, just like what we have seen from the Le Chatelier principle. We have to identify that something is happening that making disturbances to the equilibrium, and I have to counteract through my thought process. Counteract in the sense that most of the time it is a thought process, and I have to maintain an equilibrium through the right thought process to maintain emotional stability. And of course, the emotional stability of the person can be observed from the body language and from the tone and voice modulation of the person. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ എത്രമാത്രം വൈകാരിക ഭദ്രതയുള്ള ഒരാളാണെന്ന് അയാളുടെ സംസാരം, അയാളുടെ സംസാരത്തിൻ്റെ ടോൺ, അതിൻ്റെ ഒരു പിച്ച്, അതിലുപയോഗിക്കുന്ന വാക്കുകൾ, ഇവയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഈ വിർച്വൽ പ്ലാറ്റ്ഫോമിലുള്ള പല ഫോട്ടോസും ഒക്കെ കണ്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന അപ്പം എന്താണ്? നമ്മുടെ ഫസ്റ്റ് എലമെൻ്റ് ആണ് ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. അപ്പം നമ്മളൊരു ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു ഒക്കെ പറഞ്ഞാൽ നാം അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട ഇമോഷണൽ കമ്പോണൻ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റാതെ പോകുന്നു എന്നത് ഏറ്റവും സങ്കടകരമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന അറ്റാച്ച്മെൻറ്റ്സ് ഇമോഷണൽ കമ്പോണൻസ് തിരിച്ചറിയപ്പെടുമ്പോൾ പെട്ടെന്ന് ഇഷ്യൂസ് ആയിട്ട് മാറുന്നു. ഫിസിക്കലി കൊള്ളാം, ഭയങ്കര, നമ്മൾ പറയും ഓ എന്തൊരു നല്ല പേഴ്സണാലിറ്റി ആണെന്നൊക്കെ പറയും, കണ്ടിട്ടാണ് പറയുന്നത് കേട്ടോ. പക്ഷേ when we come in closer contact with that particular person, we get a lot of opportunities where we get the real emotional status of the person. അപ്പോൾ നമ്മൾ തിരിച്ചറിയാണ്, അയ്യോ ഇയാളുടെ സൗന്ദര്യമൊക്കെ അപ്പോൾ എവിടെ പോയി? ആ സൗന്ദര്യത്തെ എല്ലാം നമ്മൾ മറക്കും അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് ഇർറെലവൻറ്റ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. സോ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ സക്സസ്ഫുൾ ലൈഫ്. നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ വേണം, ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് വേണം. പക്ഷേ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ഫിസിക്കൽ അപ്പിയറൻസിൽ എന്താണ് പ്രാധാന്യം ഇരിക്കുന്നത്? ഒന്നുമില്ല അല്ലേ? ശരീരത്തിൻ്റെ സൗന്ദര്യം ഒക്കെ ഉണ്ട്, പക്ഷെ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് അയ്യോ ഒരു തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ഭദ്രതയുമില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ആ ആളെ നമുക്ക് ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും, അല്ലെ ആളുടെ യഥാർത്ഥ പിക്ചർ നമുക്ക് അപ്പോഴാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള വിർച്വൽ പ്ലാറ്റ്ഫോംസിൽ എൻ്റെ അടുത്തും പല കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചും പറഞ്ഞു അത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. എന്ത് കണ്ടു? ഫോട്ടോ കണ്ടു, സ്റ്റാറ്റസ് കണ്ടു, മാറി മാറി പല സ്റ്റാറ്റസ് വന്നു. എന്താണ് കാണുന്നത്? അപ്പം ജീവനില്ലാത്ത ചിത്രങ്ങളാണ് കാണുന്നത്. വികാരങ്ങൾ എന്ന് പറയുന്നത് അതിനെപ്പോഴും ജീവനുള്ളതാണ്, ചിത്രങ്ങൾക്ക് ഒരു ജീവനുമില്ല. അപ്പം ജീവനില്ലാത്ത ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുകയും വികാരങ്ങളുടെ പ്രകടനങ്ങൾ അല്ലെ വാക്കുകൾ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അതിന് ജീവനുള്ളതാണ്. അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം നമ്മുടെ ഒരു സെലക്ഷൻ തെറ്റായിരുന്നു എന്നുള്ളത് മനസ്സിലാവും അല്ലേ? സോ ഐഡൻറ്റിഫൈ ദ ഇമോഷണൽ കമ്പോണൻ്റ് ഓഫ് എ പേഴ്സൺ ബിഫോർ മേക്കിംഗ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. നമ്മളൊരു ഏത് തരത്തിലാണെങ്കിലും ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് ആ ആളുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഏത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലാണെങ്കിലും, ഇപ്പം നമ്മുടെ ഒരു ക്ലാസ്മേറ്റുമായിട്ടുള്ള ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയും തമ്മിലുള്ള സൗഹൃദത്തിൽ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ക്ലാസ്സിൽ ഇവിടെ ഉണ്ടായുള്ള ഒരു കുട്ടി വന്നിട്ട് എന്നോട് പറയാണ്, ടീച്ചറെ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പ്രശ്നം?
അപ്പം പറയാണ് ഉച്ചയ്ക്ക് ഹോസ്റ്റലിൽ ലഞ്ച് കഴിക്കാൻ പോയപ്പോൾ ഞാനങ്ങ് നടന്നു പോയി. അപ്പം എൻ്റെ റൂംമേറ്റ് പുറകെ വരുന്നുണ്ടെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ലഞ്ച് കഴിച്ചു, അവിടെയൊക്കെ നോക്കി കണ്ടില്ല. തിരിച്ചു വന്നപ്പോഴും റൂമിൽ കണ്ടില്ല. ഞാനിങ്ങനെ കോളേജിലേക്ക് പോന്നു. തിരിച്ച് ഞാൻ ചെന്നപ്പോഴും കണ്ടില്ല. അപ്പോൾ എവിടെയാണ് എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പം ഞാൻ മൊബൈൽ എടുത്ത് വിളിച്ചു, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. ആ കുട്ടിക്ക് അത്രേ അത് മനസ്സിലായിട്ടുള്ളൂ. പക്ഷേ മറ്റേ ആള് റൂംമേറ്റ് എൻ്റെ അടുത്ത് വന്നു. റൂംമേറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മിസ് എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, ഞാൻ വല്ലാതെ എക്സ്ക്ലൂഡഡ് ആണ്. എൻ്റെ റൂമിലുള്ള കുട്ടികൾ എന്നെ അവരുടെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതെങ്ങനെ മനസ്സിലായി? അവർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എന്നെ വിളിക്കാറില്ല. അവർ കോളേജിലേക്ക് വരുമ്പോൾ ഞാൻ ഉണ്ടോ എന്നുള്ളതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധാപൂർവ്വം കേട്ടപ്പോൾ ആ കുട്ടി എന്നോട് പറയുകയാണ്, എനിക്ക് അതുകൊണ്ട് ഒരു തരത്തിലും ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് എന്നോട് പറയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പിന്നെ ഇതിനു മുമ്പ് 2-3 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള ആളാണ്. ചിലപ്പോൾ ഇതേ സിറ്റുവേഷൻ നടന്ന് ഇങ്ങനെ പോയാൽ ഞാൻ ഇവിടെ തന്നെ അത്തരം ഒരു ടെൻഡൻസി എനിക്കുള്ളതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ആ കുട്ടി പറയുമ്പോൾ, വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദ സ്റ്റെബിലിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഗേൾ. എന്നെ വിളിച്ചില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല എന്ന ചിന്ത നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രമാത്രം അൺസ്റ്റേബിൾ ആണെന്നുള്ളത്, അല്ലേ? എല്ലാം കാരണങ്ങൾ തൻ്റെ സ്വന്തം അസ്ഥിരമായ ചിന്തകൾക്ക് കാരണം പറയുന്ന എന്താണ്? അവർ അങ്ങനെയാണ്, അവർ ഇങ്ങനെയാണ്, അവർ എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയാണ്. ഞാൻ എന്താണെന്നുള്ളത് ഒരിക്കലും ചിന്തിക്കുന്നില്ല, അല്ലേ? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആ റൂംമേറ്റ്സിനോട് അതുകൊണ്ട് എനിക്ക് അല്ലാതെ അയ്യോ കുഴപ്പമാണ് ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കാം, കോളേജിൽ നിന്ന് TC കൊടുത്ത് വിട്ടേക്കാം ഒന്നുമല്ല. whenever we became aware of the problem of this particular girl, we try to help her. അവളെ നമ്മൾ എങ്ങനെ സഹായിക്കാമെന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ സഹായിക്കുന്നതിലൂടെ സാവധാനം നമ്മൾ പറയുന്ന ഡെഫിഷ്യൻസീസ് ഒക്കെ സാവധാനം നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ, നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ, ദാറ്റ് വിൽ ആക്ട് ആസ് എ സൈക്കോന്യൂട്രിയൻ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം, അടുപ്പം, കരുതൽ എന്നൊക്കെ പറയുന്നത് ദാറ്റ് വിൽ ബിക്കം എ സൈക്കോന്യൂട്രിയൻറ്റ്. നമ്മൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് ആക്ട് ആസ് ദ സൈക്കോന്യൂട്രിയൻസ്. ആ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത് തോന്നിക്കഴിയുമ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണല്ലേ, എല്ലാവർക്കും എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പം ഞാൻ അക്സെപ്റ്റബിൾ ആണല്ലേ. That will gradually help the girl, help the particular person to overcome the problems due to deficiencies, and naturally the stability may attain. അപ്പോൾ അതിലേക്ക് നമുക്ക് സഹായിക്കാം എന്നുള്ളതാണ്. Okay. Now, in order to lead a meaningful life, we have to engage actively in certain programs. So what are the different activities for you? ഇപ്പം നമ്മൾ ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്? അതിനെക്കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടോ? ലേണിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി. അത് മാത്രമാണോ? അല്ല. Am I ready for taking responsibilities? What is your readiness to take responsibilities? That decides the maturity of your personality. ഇപ്പം നമ്മളൊരു UG സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചില റോൾസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്യുന്നു. സോ ദർ വിൽ ബി സം ലീഡേഴ്സ് ഫോർ ദാറ്റ്. കുറച്ച് പേരെ ലീഡേഴ്സായിട്ട് അസൈൻ ചെയ്യുന്നു, അവർക്ക് കുറച്ച് റോൾസ് കൊടുക്കുന്നു, കുറച്ച് പേരോട് പ്രോഗ്രാം ചാർട്ട് ഷെഡ്യൂൾ ചെയ്യുന്നു, ബ്രോഷർ ഉണ്ടാക്കാൻ പറയുന്നു, കമ്പയർ ചെയ്യാൻ പറയുന്നു, പിന്നെ പ്രസന്റ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറയുന്നു. These all are different responsibilities. Are you ready for taking responsibilities? നമ്മൾ കാണുന്ന ഒരുപാട് പേരും അവരുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ഇഷ്യൂസിനെ കുറിച്ചും പറയാറുള്ളത്. ഒരു സെക്കൻഡ്, അപ്പുറത്ത് അവിടെ കുഴപ്പമില്ല. ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ പലരും അവരുടെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് പറയാറുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാറില്ല എന്നുള്ളതാണ്. അതെല്ലാ ലെവലിലും ഉണ്ട്. When we come to family,
ചിലപ്പം വൈഫിന് ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് ഹസ്ബൻഡിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളതായിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ വൈഫിനെ കുറിച്ചുള്ള പരാതി ഒരു റെസ്പോൺസിബിലിറ്റീസും കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും. നമ്മളൊരു കോളേജിൽ വന്നാൽ ഒരു കോളേജിൽ തന്നെ പലതരത്തിൽ ഒരുപാട് പേരുണ്ടല്ലോ. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഉണ്ട്, ടീച്ചിങ് ഫാക്കൽറ്റി ഉണ്ട്. സോ വെൻ വി assign different duties for them, we can easily identify that some of them are not ready to take responsibilities. അവർക്ക് അതിനുള്ള ധൈര്യമില്ല. അവരെ ഒഴിവാകുന്നു എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. ജീവിതത്തിൽ എപ്പോഴൊക്കെയോ സംഭവിച്ചിട്ടുള്ള, നമ്മൾ കഴിഞ്ഞ ദിവസം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഒക്കെ അനലൈസ് ചെയ്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ആൻഡ് ദേ ഹാവ് സർട്ടൻ ഫീലിങ്സ് that prevent them from taking responsibilities. അതാണ് സംഭവിക്കുന്നത്. ഞാനിത് ഏറ്റെടുക്കാൻ എനിക്ക് പറ്റുമോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നിങ്ങനെയുള്ള ചില സംശയങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അവരെ ഒഴിഞ്ഞു മാറ്റുന്നു എന്നുള്ളതായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ ഒരു സ്റ്റുഡൻഷിപ്പ് ആയിരിക്കുന്ന ആ ഒരു കാലം തന്നെ മാക്സിമം റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ മച്യൂരിറ്റിയുടെ അടയാളമാണ്. സോ whenever you get an opportunity to assume a responsibility, accept it in a gracious way, in a pleasant manner. സ്വീകരിക്കണം. ക്ലാസ് ലീഡർ ആകാൻ പറഞ്ഞാൽ അയ്യോ ഞാനോ, എനിക്കതിന് പറ്റുമോ, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. എനിക്ക് പറ്റില്ലെങ്കിലും ഞാൻ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു ടേമിലായിരിക്കും ക്ലാസ് ലീഡറാകുന്നത്. ആ ഒരു ടേം കഴിയുമ്പോഴേക്കും ഞാൻ ലീഡറായി കഴിഞ്ഞു. See, when we analyze the political leaders of our nation, of our state, what is their background? അവരെ ഓരോരുത്തരെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. അവർക്ക് കിട്ടിയ ഓരോ ഓപ്പർച്യൂണിറ്റീസിൽ അവരുടെ ലീഡർഷിപ്പ് റോളുകളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ അവർ പിന്നീട് അത്ര റെസ്പോൺസിബിലിറ്റീസിൽ എത്തിക്കഴിയുമ്പം ആ ലീഡർഷിപ്പ് അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആർക്കും പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥികളായിട്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ടീച്ചേഴ്സ് തരുമല്ലോ. അപ്പം വളരെ സന്തോഷത്തോടെ അതങ്ങ് സ്വീകരിച്ചേക്കണം. ഓക്കെ മിസ്, ഞാൻ ചെയ്യാം. യെസ് സർ, ഐ എം റെഡി, ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ട്രൈ. നമ്മൾ ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, ബട്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റീസ്. സോ വെൻ വി ആർ അറ്റ് ഹോം, സിമിലർലി ദർ വിൽ ബി സം റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റെടുക്കണം. ആൻഡ് പ്രൂവ് ദാറ്റ് യു ഹാവ് ദ കപ്പാസിറ്റി ടു ഡു ദാറ്റ്. അതുകൊണ്ട് ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്നല്ല പറയുന്നത്. നെവർ സ്കിപ്പ് ഫ്രം ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ്. ഒഴിഞ്ഞു മാറിപ്പോകരുത്. നമ്മൾ ഈ ലേണിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് എവിടെയാണ് എന്താണ് ജോലി കിട്ടുന്നതെന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പം ഇങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളവരെ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവരുടെ ഒരു നേച്ചർ ഓഫ് ഇൻറ്ററാക്ഷൻ, അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ, എക്സിക്യൂഷൻ, എവറിത്തിങ് വിൽ ബി ഡിഫറെൻറ്റ്. സോ ടേക്ക് റെസ്പോൺസിബിലിറ്റീസ്, ബി റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് മാനേജ് യുവർ ടൈം മീനിങ്ഫുള്ളി. We all have our own time. In different way we have to manage it. Alle, as a student our primary aim is to learn, study. അപ്പോൾ അതിനുള്ള സമയം ഏതായാലും വേണം. പിന്നെ ഉണ്ടല്ലോ സമയം. ആ സമയം എങ്ങനെയാണ് മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ ചിലവാക്കുന്നത്? ബൈ പ്ലേയിങ് ഗെയിംസ്, ബൈ വാച്ചിങ് ടു മച്ച് ഫിലിംസ് ഓർ യൂട്യൂബ് ചാനൽസ്, അതോ വെറുതെ ഇങ്ങനെ കട്ടിലേ കിടന്ന സ്വപ്നം കണ്ടാണോ? To manage the time meaningfully and effectively and to make it a quality time, we should have certain skills. And these different types of skills help us for active engagements. നമ്മുടെ സമയം ഫലപ്രദമായി ചിലവഴിക്കണമെങ്കിലും നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിനും ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കിൽസാണ്. Yesterday and today morning also we have seen certain skills related to our development. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലെ കുറച്ച് പ്രധാനപ്പെട്ട സ്കിൽസ് നമ്മൾ കണ്ടു. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇന്റർപേഴ്സണൽ സ്കിൽ, പ്രസൻറ്റേഷൻ സ്കിൽ, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ, അത്തരത്തിലുള്ള സ്കിൽസൊക്കെ നമ്മൾ കണ്ടു. ആൻഡ് ഫോർ മാനേജ് അവർ ടൈം ഇഫക്റ്റീവ്ലി സം മോർ സ്കിൽസ് ആർ ഇമ്പോർട്ടൻറ്റ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചില ഹോബീസ് ഉണ്ടാവണം, കുറച്ച് ടാലൻസ് ഉണ്ടാവണം. അത് വളരെ ഒരു നമുക്കൊരു പേഴ്സണലി എൻജോയിങ് എന്ന തരത്തിലേക്ക് നമുക്ക് പറ്റുന്നതായിരിക്കണം. നമുക്ക് സന്തോഷകരമായിട്ടുള്ള കുറച്ച് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ,
after the UG, suppose you have to submit a biodata for getting a job, you have to add a subtitle there: my hobbies, my skills, my interests, my talents. So what would you write there? അങ്ങനെ രേഖപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്കിൽസും ടാലൻസും ഒക്കെ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നാം തിരിച്ചറിയേണ്ടതാണ്. അഡ്മിഷൻ കിട്ടിയതാണ്. ക്ലാസ് തുടങ്ങി. അതെല്ലാം കഴിഞ്ഞു. നമുക്കിനി ഒരു റോളും ഇല്ല, അത് യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ ഇല്ല. ഫില്ലായി. ഇന്ന് വന്നവരുടെയും കൂടെ ആകുമ്പോൾ ഫില്ലായി. അതൊക്കെ അവിടുന്ന് അവരാ ഡിസൈൻ ചെയ്യും. ശരി. Sorry for the interruption. So what are the different skills you possess? Simple ആയിട്ടുള്ള സ്കിൽസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. വലിയ ലോകം കീഴടക്കുന്ന സ്കിൽസ് ഒന്നുമല്ല. Can you sing? Can you enjoy music? Can you paint a picture? Can you draw a beautiful picture? അത്തരത്തിലുള്ള ക്വാളിറ്റി ടൈം സ്പെൻഡിങ്, അതിനുള്ള എലമെൻറ്റ്സ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമുക്കുള്ള ഒരു സ്കിൽസിനെ ഒന്ന് നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ഒരു കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ എന്തൊക്കെ ചെയ്യും, എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും? ട്രാവലിംഗ് ഈസ് എ സ്കിൽ. Enjoying the beauty of the nature is a skill. Cooking is a skill. Stitching is a skill. Making videos, documentaries, short films, these are skills. Writing a poem is a skill. A novel, a story, essays, all these are skills. So engage actively with certain skills so that you can utilize the time effectively. And when we come to the different techniques for stress reduction strategies, an important method to overcome stress is known as sublimation. And sublimation is it's a process where we try to transform our negative energy to some other acceptable or positive channel. നമുക്ക് ഭയങ്കര സങ്കടവും വിഷമവും പ്രയാസവും ദുഃഖവും ഒക്കെ വരുന്ന സമയത്ത്, ടെൻഷനും ഒക്കെ വരുന്ന സമയത്ത് അതിനെ ഒരു പോസിറ്റീവ് ചാനലാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ദാറ്റ് ഈസ് സബ്ലിമേഷൻ. ഏറ്റവും നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ സബ്ലിമേഷൻ ടെക്നിക്ക് വഴിയാണ് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അത് വളരെ ശരി തന്നെയാണ്. ഉദാഹരണത്തിന്, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉള്ള ഒരു സിറ്റുവേഷനാണ്. ഈ സങ്കടം കൊണ്ട് വയ്യ. എനിക്ക് എൻ്റെ തനിച്ചിരിക്കുമ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കരമായ വിഷമമാണ്. ഓർത്തിട്ട് എന്തോ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി എന്ന് വിചാരിക്കുക. എനിക്ക് പ്രതിഷേധമുണ്ട്, വിഷമമുണ്ട്, ആളോട് പോയി വഴക്ക് പിടിക്കണമെന്നുണ്ട്. എൻ്റെ സങ്കടം കേട്ടാൽ അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ടോ? ഒന്നും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആകപ്പാടെ ഡിപ്രസ്ഡ് ആകുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഒരു ക്യാൻവാസ് എടുക്കുന്നു, മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കുന്നു. ദിസ് ഈസ് നോൺ ആസ് സബ്ലിമേഷൻ. എന്തെങ്കിലും ഒരു പ്രകൃതിയുടെ ദൃശ്യമോ എന്തെങ്കിലും ഒരു ചിത്രം ഞാൻ വരയ്ക്കുന്നു, പെയിൻറ്റ് ചെയ്യുന്നു. ആൻഡ് നാച്ചുറലി മൈ സ്ട്രെസ് വിൽ ബി റിഡ്യൂസ്ഡ്. ആർക്കും അപകടം ഉണ്ടാകാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ അയാളോട് പോയി വഴക്കുണ്ടാക്കിയേക്കാം. അപ്പോൾ അപകടകരം ആയ എൻ്റെ വികാരങ്ങളെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള മറ്റൊരു വഴിയിലൂടെ ഞാൻ കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് സബ്ലിമേഷൻ. റൈറ്റ്. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ കലാസൃഷ്ടികളും സബ്ലിമേഷൻ്റെ പ്രോഡക്റ്റാണ്.
what we observe in a film, ഏത് ഫിലിമും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. സത്യത്തിൽ പരസ്യമായി നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ചില മേഖലകളിലെ പല കാര്യങ്ങളും വളരെ പരസ്യമായി അത് ചിത്രീകരിച്ച് നമ്മുടെ മുൻപിൽ അത് അവതരിപ്പിക്കുകയാണ് ഏത് സിനിമയും, അല്ലേ? നാം സിനിമയിൽ കാണുമ്പോൾ പോലീസ് ഓഫീസേഴ്സ് മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോയി നിങ്ങളുടെ അഴിമതിക്കെതിരെ, നിങ്ങളുടെ കള്ളത്തരത്തിനെതിരെയൊക്കെ പറഞ്ഞ് വാതോരാതെ സംസാരിച്ച് അവരോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന പൊള്ളുന്ന ഡയലോഗുകളൊക്കെ ഇട്ട് നാം സന്തോഷിക്കുകയാണ്. പക്ഷെ റിയൽ ലൈഫിൽ ഒരു പോലീസ് ഓഫീസർക്ക് ഒരു മന്ത്രിയുടെ മുഖത്ത് പോയി നോക്കാനുള്ള ഒരു സാഹചര്യമൊന്നുമുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാടിലല്ല നാം ജീവിക്കുന്നതല്ലേ? പക്ഷേ ദിസ് ഈസ് സബ്ലിമേഷൻ വെയർ വി ട്രൈ ടു എക്സ്പ്രസ് അവർ ഇമോഷൻസ് ഇൻ an acceptable way. നേരിട്ട് സംഭവിക്കത്തില്ലെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് പറയണം, പ്രകടിപ്പിക്കണം എന്നൊക്കെയുള്ളത്. അതുകൊണ്ടാണ് അത് സ്ക്രീനിലെത്തുന്നത്. എല്ലാ ഫിലിം സ്റ്റോറീസും ഇത്തരം സബ്ലിമേഷൻസിൻ്റെ ആണ്, അതിൻ്റെ അത്തരം തോട്ട് പ്രോസസ്സിൻ്റെ പ്രോഡക്റ്റാണ്. ഏത് തരത്തിലുള്ള കഥകളുടെ പിന്നിലും പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്, അല്ലേ? ഏത് തരത്തിലുള്ള കവിതകളും ജനിച്ചിട്ടുള്ളത് കവികളോട് സംസാരിച്ചാൽ അവർ പറയും, ഇത്തരം ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഞാൻ ആകെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ എഴുതിയ കവിതയാണിതെന്ന് പറയും. അല്ലാതെ ഒരു വല്ലാത്ത സന്തോഷം തോന്നിയ നിമിഷം എഴുതിയ കഥയാണ്, കവിതയാണെന്ന് ആരും പറയാറില്ലല്ലോ. എനിക്ക് 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു അപ്പം ഞാനൊരു കവിത എഴുതി എന്നാരും പറയാനുള്ള പോസിബിലിറ്റി ഇല്ല, അല്ലേ? നമ്മുടെ വല്ലാത്തൊരു ലോൺലിനെസ്, വല്ലാത്ത സങ്കടം, വല്ലാത്ത ഡിപ്രഷൻ അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള പല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ നമുക്കതിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. വളരെ രസകരമായിട്ട് ഒരിക്കലും ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അവരുടെ വീട്ടിൽ ഭയങ്കര വഴക്കുണ്ടാക്കുന്ന സമയത്ത്, അവരുടെ മദറിലോ അതും ഇതൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവർ 2 ആക്ടിവിറ്റി ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്ന്, അമ്മ ഇങ്ങനെ വളരെ മോശപ്പെട്ട, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സൊക്കെ കുറച്ചങ്ങ് ഡീക്കേ ആയപ്പോൾ, എന്നെ ഒന്ന് ഒഴിവാക്കാവും ഒരു കോൺഫറൻസില്ല, കുറേ അങ്ങ് ഡീക്കേ ആയിപ്പോൾ. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും അതിൻ്റെ റിയൽ ഫീലിങ്ങിൽ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അവർ പലതും പറഞ്ഞു തന്നിരിക്കും. അപ്പം ആ സുഹൃത്ത് പറയുമായിരുന്നു, അവരൊന്നുകിൽ ചെയ്യുന്നത് കുറേ തുണികളെല്ലാം ആയിട്ട് പുറത്ത് പോയിട്ട് സോപ്പൊക്കെ തേച്ച് നന്നായിട്ട് ഈ തുണിയെല്ലാം അങ്ങ് കഴുകും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അമ്മയുടെ വസ്ത്രവും കാണും. ആ വസ്ത്രവും സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് പിന്നെ കഴുകി അതെല്ലാം അവിടെ വിരിച്ചിടും. അന്നേരം ഈ അമ്മ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും, അപ്പോൾ അത്ര നേരം ഒരു റിലീഫാണ്, മറ്റൊരു ആക്ടിവിറ്റിയിലാണ്. അപ്പോൾ ഈ അമ്മ വന്ന് നോക്കുമ്പോഴേക്കും, അയ്യോ എൻ്റെ വസ്ത്രങ്ങൾ കൂടി ഇവൾ കഴുകിയിട്ടല്ലോ, ഞാൻ എന്തെല്ലാം ഇവളെ പറഞ്ഞതാണ് എന്ന് വിചാരിച്ച് ഈ അമ്മ വന്നിട്ട്, അയ്യോ മോളെ വാ, ഞാൻ ബാക്കി വിരിക്കാം, ഞാൻ ബാക്കി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അമ്മ പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യും. അമ്മയ്ക്ക് പെട്ടെന്ന് കൂടുതൽ സ്നേഹം തോന്നും. രണ്ടാമത്തെ ആക്ടിവിറ്റി പറയുന്നത് സ്റ്റിച്ചിങ്. ഈ സ്റ്റിച്ചിങ് മെഷീൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടല്ലോ, ആ സൗണ്ടിൽ ഈ അമ്മ പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കത്തുമില്ല. അമ്മയുടെ ബഹളമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അമ്മയ്ക്ക് കാണുകയും ചെയ്യാം, തയ്ക്കുന്നത് കാണുകയും ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് മറ്റ് ഡിസ്റ്റർബൻസിനൊന്നും വരത്തില്ല. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും പ്രയോജനപ്പെടും എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്തോന്നേ ഉള്ളൂ. നമുക്കിപ്പം നിങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇപ്പം അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയെ കുറിച്ചൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. പക്ഷേ this sort of converting the negative or the unacceptable behavior to acceptable channels are possible only with the help of certain skills. നമുക്ക് അത്തരം സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പറ്റുകയെന്നുള്ളതാണ്. സോ നൗ വി ഹാവ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് സ്കിൽസ്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ പെയിൻറ്റിങ് പഠിക്കാം, യൂട്യൂബിൽ നോക്കിയാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാം, അല്ലേ? നമ്മുടെ മുമ്പിൽ എത്രമാത്രം അവസരങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തി അങ്ങനെ നാം ഇത്തരം സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും, നമ്മുടെ ടെൻഷനൊക്കെ കുറയ്ക്കാൻ പര്യാപ്തമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Then we need a healthy lifestyle. See, I have mentioned in the morning also the importance of hormones and the chemical imbalances of the body and the different neurotransmitters that regulate the chemical equilibrium of the body. These all are very important. We have to maintain a healthy lifestyle, which is a totality of the physical health and mental health. Of course, spiritual health is there, social health is there, but these two are very important
as far as a person is concerned. ഇത് രണ്ടും ഇല്ലാത്തൊരു വ്യക്തിക്ക് സോഷ്യൽ ഹെൽത്തും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസകരമാണ്. ആൻഡ് some hormones are labeled as happy hormones like dopamine, serotonin, endorphin, oxytocin. ഇത്തരത്തിലുള്ള ഹോർമോൺസിനെ നമ്മൾ പറയുക ഹാപ്പി ഹോർമോൺസ് എന്നാണ്. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നാച്ചുറലി വി വിൽ ബി വെരി ഡൈനാമിക്. വി ക്യാൻ എക്സിബിറ്റ്, ഡെമോൺസ്ട്രേറ്റ് very high level interpersonal skills. Will demonstrate the ability to influence other people. പക്ഷേ when we are unable to maintain a healthy physical status, naturally these hormone levels will be different and that will affect the whole mood of the person. നമ്മുടെ മെന്റൽ സ്റ്റാറ്റസിനെ മുഴുവൻ അഫക്റ്റ് ചെയ്യും ഈ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. അങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചില കേസസിൽ ഇതൊക്കെ അങ്ങ് എക്സ്ട്രീം ലോ ആയി, അല്ലേ, ഭയങ്കര എക്സ്ട്രീംലി ഹൈ ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ് തന്നെ മാറും. ബ്രെയിൻ ഫങ്ഷനിങ് മാറുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചിന്തകൾ മാറുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ലെവലാണ്. അടുത്ത ഹയർ ലെവലിലേക്ക് വരുന്ന എന്താണ്? ചിന്തകൾ മാറുന്നു എന്നുള്ളതല്ല, നമുക്ക് ചില ഹാലൂസിനേഷൻസ്, ചില ഒബ്സഷൻസ് ഒക്കെ ഉണ്ടാകും. ഒരുതരം സൈക്കിക് പ്രോബ്ലമായിട്ടത് മാറും. ഇത്തരത്തിലുള്ള ഡോപ്പമൈൻ, സെറട്ടോണിൻ വേരിയേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമ്മൾ ഏതാനും നാളുകൾക്ക് മുൻപ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന, വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ഏതാനും നാളുകളല്ല വർഷങ്ങൾക്ക് മുമ്പ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ ഒരു രാവിലെ 9:30 മണിക്ക് ഒരാൾ കയറി ചെന്ന് ഇരുന്നിട്ട് പറഞ്ഞു, ഞാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സർവ്വ ക്യാമറകളെയും എല്ലാം മറച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരാൾക്ക് അവിടെ കയറി കസേരയിലിരുന്ന് ഞാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ പിന്നിൽ അത് ഒരു മനഃപൂർവ്വമുള്ള എന്തോ ഒന്നാണെന്നതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഫീൽസ് ദാറ്റ് ഹി ഈസ് ദ ചീഫ് മിനിസ്റ്റർ. ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ തോട്ട് പ്രോസസ്സിൻ്റെ അടുത്ത ലെവലിലേക്ക് പോയി. The hormones, the neurotransmitters compel that particular person to react in different ways. ഞാനാണ് ഇവിടുത്തെ പോലീസ് സൂപ്രണ്ട്, ഞാനാണ് പ്രിയങ്ക ഗാന്ധിയെ വിവാഹം കഴിച്ചിട്ടുള്ള ആൾ, ഞാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നിങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന ചിലരെയൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കാണാറുണ്ട്. ചിലരാകട്ടെ ഞാൻ ദൈവമാണ് എന്ന തരത്തിൽ തന്നെ സ്വാധീനിക്കുന്ന, നമ്മൾ പറയും, പിന്നീടാണ് അവരുടെ പലതരത്തിലുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. So these all are just different types of personality disorders just because of the differences in the hormone variations and the changes of the in the mental health or emotional stability. So how we can overcome these type of issues? എന്തായിരുന്നു? ഒരു സെക്കൻഡ്, എന്തായിരുന്നു? എടുക്കാനായിട്ട് വന്നാ അവിടെ അപ്പുറത്തിരിക്കുക. ടീച്ചേഴ്സിനെ കണ്ടായിരുന്നു? കണ്ടതാണ്. ഫീസ് അടച്ചു. നീ അടച്ചാൽ മതിയോ? എന്തോ അതവിടെ പറഞ്ഞാൽ മതി, അവരതനുസരിച്ച് ചെയ്യുന്നു കേട്ടോ. ശരി, സോറി. Okay, so we have to maintain a physical health through different strategies like healthy diet, physical exercise. At the same time, we have to be more conscious of the mental health. നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിളാണ്. ഉദാഹരണത്തിന് കൈക്ക് വേദനയുണ്ട്, കൈ ഇങ്ങനെ അനക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് കണ്ടെത്താൻ പറ്റും, അല്ലേ? അല്ലെങ്കിൽ കൈ തളർന്നങ്ങ് പോയി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കൈ എടുത്ത് ഉയർത്തുന്നു, കൈ താഴ്ത്തുന്നു, പല എക്സർസൈസൊക്കെ ചെയ്യിപ്പിക്കും. ബട്ട് വെൻ വി കം ടു മെൻ്റൽ ഹെൽത്ത്, ഇറ്റ് ഈസ് നോട്ട് ഈസിലി ഐഡൻറ്റിഫയബിൾ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അവരുടെ പലതരത്തിലുള്ള റിയാക്ഷൻസിലുള്ള ഡിഫറൻസ് ഒക്കെ വരുമ്പോഴാണ്
നമ്മൾ തിരിച്ചറിയുന്നത് അവർക്ക് പ്രോബ്ലം ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ മറ്റ് പലയിടത്തോട്ടും അവരെ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനെക്കുറിച്ചുള്ളൊരു അവെയർനെസ്. ദിസ് മെൻ്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മുടെ തന്നെ ഹോർമോൺസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആൻഡ് ഓഫ് കോഴ്സ് the positive thoughts and the positivity have strong impact upon this type of regulating the mental health and emotional stability. നിങ്ങൾക്ക് തന്നെ അറിയാം, പലതരത്തിലുള്ള സയൻറ്റിഫിക് സ്റ്റഡീസിലൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പോസിറ്റീവ് തോട്ട്സിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾവേസ് ട്രൈ ടു internalize positive thoughts, and we should have a steady diet of micro moments of positivity. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സമയം പോലും നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ്, നമുക്ക് വളരെയധികം പ്രയോജനകരമാണ്. അപ്പോൾ ഈ നമ്മൾ 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന അതിൻ്റെ എന്താണ് ഈ വർക്ക്ഷോപ്പിൻ്റെ ഒരു തീം അല്ലെ എയിം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ലക്ഷ്യമാക്കുന്നത് I have to inculcate some positive thoughts for you because it will serve as a diet for your mental health. മനസ്സിൻ്റെ ഭക്ഷണമായിട്ട് ഇത് മാറണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടിരുന്നു കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നമ്മുടെ ലൈഫിനെ മുഴുവൻ ഗൈഡ് ചെയ്യുന്ന, സർവൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പോസിറ്റീവ് കമ്പോണൻസ് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. സോ ഐഡൻറ്റിഫൈ പേഴ്സൺസ് ഹു ക്യാൻ കോൺട്രിബ്യൂട്ട് ദീസ് സോർട്ട് ഓഫ് പോസിറ്റിവിറ്റി. അവരായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരായിരിക്കണം. ഒരു പോസിറ്റിവിറ്റി നമുക്ക് പകർന്നു തരുന്നവർ. ഐഡൻറ്റിഫൈ ദോസ് സിറ്റുവേഷൻസ് വെയർ വി ഗെറ്റ് പോസിറ്റിവിറ്റി, വാട്ട് എവർ ഇറ്റ് ഇസ്. നല്ലൊരു ക്ലാസ് ആയിരിക്കും, നല്ലൊരു വിസിറ്റ് ആയിരിക്കും, അല്ലെ നമ്മുടെ പ്രകൃതിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്പസമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. എന്താണെങ്കിലും ദാറ്റ് വിൽ ഹെൽപ്പ് us ടു ഗെയിൻ പോസിറ്റിവിറ്റി. അത് മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് while we are in our classroom we have to identify some occasions for that. We have to create some occasions. നമ്മുടെ ഒരു ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി ടൈമാക്കി മാറ്റണം. നമുക്ക് എപ്പോഴെങ്കിലും ഒരു അല്പസമയം ഫ്രീ ആയിട്ട് കിട്ടിയാൽ വി ഹാവ് ടു മേക്ക് ഇറ്റ് എ പോസിറ്റീവ് മൊമെൻറ്റ്. തീർച്ചയായിട്ടും. അല്ലാതെ ഭയങ്കര സമ്മർദ്ദകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, അല്ലേ? സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് പീരീഡ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഏജ് ലെവലിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും ഓർപ്പിക്കട്ടെ. നമ്മൾ വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉള്ളവരാണെങ്കിൽ നാച്ചുറലി നമ്മളുമായിട്ട് ചേർന്നിരിക്കുന്നവരും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ വളരെ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും നാച്ചുറലി ഹാപ്പി ആകുമല്ലോ, അല്ലേ? അമ്മയും അച്ഛനും സങ്കടമാണെങ്കിൽ നമ്മളിലേക്ക് അത് വരുന്നത് പോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടേജിയസ് എന്ന് പറയുന്നത് പോലെയാണ്. ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റ് ഇൻ അതർ പീപ്പിൾ ടു. സോ try to maintain a healthy lifestyle by keeping physical health and mental health, where we try to get opportunities or the moments of positivity. Then always demonstrate self-motivated behavior. നമ്മൾ ഇന്നലെ ഇനേർഷ്യ ഒക്കെ കണ്ടതാണ്, അല്ലേ? എന്നെ ആരെങ്കിലും വന്നങ്ങ് പ്രോത്സാഹിപ്പിക്കട്ടെ, എന്നെ ആരെങ്കിലും വന്ന് എൻകറേജ് ചെയ്യട്ടെ എന്നൊക്കെയുള്ള നമ്മുടെ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ബി സെൽഫ് മോട്ടിവേറ്റഡ്. നമ്മളിപ്പം എന്താണ് 10th ഫുൾ A+ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൻ്റെ അവിടെ ഫ്ലെക്സ് വെക്കും. സ്കൂളിൻ്റെ അവിടെ നമ്മുടെ പേരൊക്കെ അടിച്ച് സ്കൂൾ മാഗസിനിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ വരും. ചിലരൊക്കെ ഫേസ്ബുക്കിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യും. +2 ഫുൾ A+ കിട്ടിയാലും അങ്ങനെയൊക്കെ ചെയ്യും, അല്ലേ? ഡിഗ്രിക്ക് ഒരു പക്ഷേ റാങ്ക് കിട്ടിയാൽ പോലും അങ്ങനെ വരുമോ, ആരെങ്കിലും അറിയുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. സോ ആസ് ടൈം ഗോസ് ദ അക്നോളജ്മെൻറ്റ് വി റിസീവിങ് ദാറ്റ് വിൽ ബി ലെസ്, കുറവായിരിക്കും. നമുക്ക് കിട്ടുന്ന റെക്കഗ്നീഷനൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സ്റ്റിൽ വി ഹാവ് ടു ബി സെൽഫ് മോട്ടിവേറ്റഡ്. നമ്മൾ സ്വയം ഭയങ്കര എനർജറ്റിക് ആയിരിക്കണം. ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് സംബഡി വിൽ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ മോട്ടിവേറ്റിംഗ് അസ്. ആരെങ്കിലും വന്ന് നമ്മളെ അങ്ങ് കയ്യെ പിടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്.
ഞാൻ എപ്പോഴും ക്ലാസ്സിൽ കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴേക്കും ആർക്ക് പറയാം എന്നൊക്കെ ചോദിക്കുമ്പം ഇങ്ങനെ ഒരാളിരുന്ന് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും നീ പറ എന്ന് പറയും. അപ്പം ഞാൻ പറയും അതെന്ത് മോട്ടിവേഷനാണത്? അടുത്തിരിക്കുന്ന ആൾ പറയാൻ വേണ്ടി കൊടുക്കുന്നൊരു മോട്ടിവേഷൻ നമുക്ക് തന്നെ പറയാമല്ലോ. ആരാണ് ഈ ഒരു ആക്ടിവിറ്റിക്ക് ഒരു ലീഡർഷിപ്പ് എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പം ഈ ഇരിക്കുന്ന ആൾ അപ്പുറത്തിരിക്കുന്ന ആളുടെ കൈ പതുക്കെ പിടിച്ചു പൊക്കും. അപ്പം ഞാൻ ചോദിക്കും ഇതെന്ത് ഫിസിയോതെറാപ്പിയാണ്? എനിക്കെൻ്റെ കൈ അങ്ങ് പൊക്കാമല്ലോ വേണമെങ്കിൽ. അത് ചെയ്യത്തില്ലല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ധാരണ നമ്മൾ തനിച്ചൊരു കാര്യം ചെയ്യാനായിട്ടൊരു ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്താൽ അതൊരു അഹങ്കാരമായി തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയാണ്. നോ, ബി സെൽഫ് മോട്ടിവേറ്റഡ്. നിലനിൽപ്പിന് അനിവാര്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് കൃത്യമായി ധരിക്കുന്നത്, സാനിറ്റൈസർ വേണം എന്ന് ചിന്തിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് സെൽഫ് മോട്ടിവേഷൻ ബിഹേവിയർ, ബിക്കോസ് വി വാണ്ട് ടു സർവൈവ്. നമ്മുടെ കോവിഡ് വൈറസിനെ നമുക്ക് ഭയമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അല്ലാതെ ഇപ്പോൾ പോലീസിനെ പേടിച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മളിപ്പോൾ മാസ്ക് വെക്കുന്നത്, ഒരിക്കലുമല്ല. നമുക്ക് ഒരു അപകടത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട്, നമുക്ക് ജീവിക്കണമെന്നുള്ള പ്രേരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അത്തരം ഒരു മോട്ടിവേഷൻ നമുക്ക് വേണം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അത്തരം ഒരു മോട്ടിവേഷൻ നമുക്കുണ്ടോ. There are 5 statements. A, B. 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. രണ്ടും ഈക്വലി നമുക്ക് യോജിക്കുന്നതാണ്. എന്നാലും ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നോക്കാം. I attend this webinar. A, option A, because the teacher is directed to attend it. Option B, I find it useful. ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഏതാണോ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അതെടുക്കാം. ഒരുപക്ഷെ ഇന്നലത്തെ ഫസ്റ്റ് സെഷനിൽ അറ്റൻഡ് ചെയ്തത് ദ ടീച്ചേഴ്സ് ഡയറക്റ്റഡ് മീ ടു അറ്റൻഡ് ഇറ്റ് എന്നുള്ളതായിരിക്കും അല്ലേ? പിന്നെ അതിനടുത്ത സെഷൻസിലൊക്കെ വന്നപ്പോൾ എന്തെങ്കിലും പ്രയോജനം തോന്നിയിട്ടുണ്ടാവാം ചിലർക്കെങ്കിലും. ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, I choose this course. A, others influence me. ഞാൻ +2 എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞുകൊണ്ടാണ് ഇതെടുത്തത്, എൻ്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ്, ട്യൂഷൻ പഠിപ്പിച്ച സാറ് പറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ others influenced me. The second option B, no, it is my interest. എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റ്, ഈ കോഴ്സ് ഞാൻ ചൂസ് ചെയ്തതാണ്. സോ വിച്ച് ഇസ് ദ ആൻസർ? Third statement, I will participate in the talent show of the subject association of my class. അങ്ങനെ ഒരു ടാലൻറ്റ് ഷോ, ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ I will participate in. Why? Option A, teachers compel me. B, I enjoy participating in different activities. ഏതായിരിക്കും നമ്മുടെ സെലക്ഷൻ? Statement 4, I will respond to questions in classes. Why? Because to comply with internal assessment. Option B, I like to express my views. ഏത് ക്ലാസ്സിലാണെങ്കിലും including this webinar, the teachers will continuously ask certain questions in our classes and we are expected to give correct answer for that. Correct answer വേണമെന്നില്ല, expected to give a response for that. അപ്പം നമ്മൾ എന്തിനാണ് പ്രതികരിക്കുന്നത്? പ്രതികരിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും. എന്തിനാണ് പ്രതികരിക്കുന്നത്? ഇന്റേണൽ അസസ്മെന്റ് ഒക്കെ ഉള്ളതല്ലേ, വെറുതെ മിണ്ടാതിരുന്ന മാർക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം എന്നാണോ? അതോ ഐ ലൈക്ക് ടു എക്സ്പ്രസ് മൈ വ്യൂസ് എന്നുള്ളതാണ്? ഓക്കെ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ഐ ആം കോൺഷ്യസ് ഓഫ് മൈ പേഴ്സണൽ അറ്റയർ. എന്തിനാണ്? വാട്ട് ഈസ് പേഴ്സണൽ അറ്റയർ? യുവർ അപ്പിയറൻസ്, the dress you choose, your hairstyle, your costumes. ഇതിനെക്കുറിച്ച് ഒരു കോൺഷ്യസ്നെസ് നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഞാൻ എൻ്റെ തലയിലെ മുടിയാണ്, അതെനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ വെട്ടും, നിങ്ങൾക്ക് എന്താണ് എന്ന് വേണം ചോദിക്കാം. പക്ഷെ അങ്ങനെ അല്ലല്ലോ. അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗി എല്ലാവർക്കും തോന്നണം അല്ലേ?
ഒരു പൊതുസമൂഹത്തിലായിരിക്കുമ്പോൾ ഒരു ചില കാര്യങ്ങളെ നമ്മൾ അബ്നോർമലായിട്ട് കാണാറുണ്ട്. അത്തരം ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. നോർമൽ ആകാൻ എനിക്ക് ഇഷ്ടമില്ലെന്നൊക്കെ വേണം ചിലപ്പോൾ പറഞ്ഞേക്കാം. അതിലെന്താ ഒരു തമാശ ഇരിക്കുന്നത്? എല്ലാവരെയും പോലെ അയാൾ എന്താണ്? ഐ വാണ്ട് ടു ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ ആയിക്കൊള്ളൂ. ആൻഡ് സെലക്ഷൻ ഓഫ് മൈ ഡ്രസ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ? അപ്പോൾ നാം ധരിക്കുന്ന വസ്ത്രം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷനാണ്. നാം ധരിക്കുന്ന നിറം, നാം ധരിക്കുന്ന കോസ്റ്റ്യൂംസ്, എവറിഥിങ് ഹാസ് ഇറ്റ്സ് ഓൺ റിഫ്ലക്ഷൻസ് ഓഫ് ദ പേഴ്സൺ, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, എവറിഥിങ് വിൽ ബി റിഫ്ലക്റ്റഡ് ദെയർ. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് എൻ്റെ സ്വാതന്ത്ര്യമല്ല ഇതൊക്കെ, എനിക്കിഷ്ടമുള്ളത് ധരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ധരിക്കാമല്ലോ, നോ പ്രോബ്ലം. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മാന്യത ഉണ്ടായിരിക്കണം, ഒരു മോഡസ്റ്റി ഉണ്ടായിരിക്കണം അല്ലേ? എന്തുകൊണ്ടാണ് സ്കൂളുകളിലൊക്കെ യൂണിഫോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്? നമ്മുടെ ഇത്രയും വലിയ ഡെമോക്രസിയും ഫ്രീഡവും ഒക്കെ ആണെങ്കിൽ എന്തിനാണ് യൂണിഫോം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് യൂണിഫോം? ടു ഡെവലപ്പ് എ യൂണിഫോം തിങ്കിങ് പാറ്റേൺ. ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം, അതിൻ്റെ വില, അതിൻ്റെ പ്രൗഢി ഇവയൊക്കെ കണ്ടിട്ട് സ്വന്തം വ്യക്തിത്വവുമായി താരതമ്യപ്പെടുത്താനും ഇല്ലാത്ത അപകർഷതാബോധമുണ്ടാകാനും അനാവശ്യമായ വ്യക്തിപരമായ ചിന്തകൾ കൊണ്ട് അത്തരം പേഴ്സണൽ ബ്ലോക്സ് ഉണ്ടാകാനും പാടില്ല. സോ യൂണിഫോമിറ്റി ഓഫ് തിങ്കിങ് ഈസ് ടു ബി ഡെവലപ്ഡ് in order to maintain a uniform classroom, to maintain uniform class activities. അത്രയേ ഉള്ളൂ. അല്ലാതെ ഗ്രീൻ ആൻഡ് വൈറ്റ്, ബ്ലൂ ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സ് അതിലൊക്കെ എന്തായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമുക്കുണ്ടാകാവുന്ന ചില പേഴ്സണൽ ബ്ലോക്സിനെയൊക്കെ എടുത്തു മാറ്റി ഇക്വാലിറ്റി എന്നൊക്കെയുള്ള ചില കോൺസെപ്റ്റ്സ് നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. എല്ലാ ദിവസവും യൂണിഫോം ആണെന്ന് പറയുന്നൊരു കുട്ടിക്ക് എത്രമാത്രം ടെൻഷനാണ് കുറയുന്നതെന്നറിയുമോ? അത് മാത്രം എടുത്താൽ മതി, അത് മാത്രം ധരിച്ചാൽ മതി. സപ്പോസ് യു ഹാവ് ദ ഫ്രീഡം ടു ചൂസ് എനി ഡ്രസ്. നമ്മളിപ്പോൾ കോളേജിൽ വരുമ്പോൾ ഏത് ഡ്രസ്സ് വിടാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലേ? അപ്പോൾ അത് തന്നെ നമുക്ക് ചില സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ഏത് ഇടണം, ഏത് ധരിക്കണം, ഏത് നിറമിടണം, ഏത് വാങ്ങണം. എനിക്ക് ഇത്രേ ഉള്ളല്ലോ, എല്ലാവരും മാറി മാറി ഇട്ടുകൊണ്ട് വരുമ്പോൾ എനിക്ക് ഇത്രേ ഉള്ളല്ലോ. ഇങ്ങനെയുള്ള കമ്പാരിസൺസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ചില ബ്ലോക്സ് ഉണ്ടാക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും വരും. So you have to be conscious of the personal attire. See, വലിയ ഒരു വലിയ കമ്പനിയിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂവിന് പോലും they will have certain directions regarding the appearance. നിങ്ങൾ ഇങ്ങനെയൊക്കെ ധരിച്ചു വേണം ഇങ്ങോട്ട് വരാനെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? they have a code of conduct there. താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. That is to make you aware of the personal attire. ഇങ്ങനെ ആവണം എന്ന് പറയാനാണ്. So when we come to the college, we have to be conscious of the personal attire. എന്തിനാണ്? not to impress others. അങ്ങനെയാണെങ്കിൽ അത് വെറും ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആയിട്ട് മാറും. മറ്റുള്ളവർ കണ്ട് ഇഷ്ടപ്പെട്ടോട്ടെ, അത് വേറെ കാര്യം. ബട്ട് ദാറ്റ് ഈസ് ടു എൻഹാൻസ് മൈ കോൺഫിഡൻസ്. എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടയാളമാണ് ഞാൻ ധരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത്. ഐ ആം കംഫർട്ടബിൾ. വസ്ത്രത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് സെർവ് ചെയ്യുന്നതാണോ അല്ലയോ? അത്രേ ഉള്ളൂ. എന്താണ് പർപ്പസ് എന്നുള്ളതും ദാറ്റ് മേ ബി ഡിഫറെൻറ്റ്. പലരെ സംബന്ധിച്ച് പല ചിന്തകൾ കാണും. ആയിക്കൊള്ളട്ടെ, എങ്കിലും ആ പർപ്പസ് സെർവ് ചെയ്യണമല്ലോ. സോ while we analyze the answers of this exercise, if majority of the answers are A, you are a motivated person, no doubt, but your motivation is focused upon certain external sources. അവരെയൊക്കെ കാണിക്കാൻ, അവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ പ്രേരണ കൊണ്ട് ഉള്ള ഒരു മോട്ടിവേഷൻ. അത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് ഇച്ചിരി അനുസരണമൊക്കെയുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് ആ ഒരു എ എങ്കിലും നമ്മുടെ ഉള്ളത്, എ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനെങ്കിലും നമ്മുടെ ഉള്ളത്. പക്ഷേ ഇഫ് ദ ഓപ്ഷൻ ഇസ് ബി, യു ആർ എ സെൽഫ് മോട്ടിവേറ്റഡ് പേഴ്സൺ. എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഐ ഹാവ് എ വിഷൻ അബൌട്ട് മൈ ലൈഫ്. ഐ ഹാവ് സർട്ടൻ പർപ്പസസ്. ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് മീനിങ് ഫുൾ. മറ്റുള്ളവർ എന്തും പറയട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. I have to make certain meanings for my activities. That is self-motivated behavior, proactive behavior.
self-initiated behavior. ആരുടെ അംഗീകാരമൊന്നും എനിക്ക് വേണമെന്ന് നിർബന്ധമില്ല. ഇതാണ് ഞാൻ. I like to express my views. These are my standpoints. I will stand straight for expressing my views. I enjoy my life. നിങ്ങൾ പറയുന്നത് കൊണ്ടോ നിങ്ങളുടെ പ്രേരണ കൊണ്ടോ ഒന്നുമല്ല. So this is known as self-motivated behavior. So if you want to lead a meaningful life, be self-motivated. അല്ലാതെ ആരിയ്ക്കുന്നു നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്? എപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ജീവിതകാലം മുഴുവൻ നമ്മുടെ മാതാപിതാക്കളുണ്ടോ? ജീവിതകാലം മുഴുവൻ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടോ? ഇല്ല. നമ്മൾ ചില ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ പറയുകയാണ് at the age of 86, at the age of 93, at the age of 75 എന്നൊക്കെ പറഞ്ഞ് അവരുടെ വലിയ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ദേ ആർ സെൽഫ് മോട്ടിവേറ്റഡ്. In spite of the continuous failures, they are able to achieve something just because of their motivation, self-motivation. പരാജയങ്ങളുടെ പേരിൽ മറ്റുള്ളവരുടെ അപമാനം, പരിഹാസം ഒക്കെ ഉണ്ട്. അതാണ് കിട്ടുന്നത്. ആരുടെ മോട്ടിവേഷൻ കിട്ടുന്നേ ഇല്ല. But still they are self-motivated. So if you want to lead a meaningful life, be self-motivated. ആരുടെയും പ്രൈസിനൊന്നും നോക്കി നിൽക്കരുത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കൊച്ചുകുട്ടി വന്നിട്ടൊരു ചിത്രം വരച്ചു. ഇവിടെ ഓഫീസിൽ വന്നതാണ്. ഒരു ചിത്രം വരച്ചിട്ട് എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 2 സ്റ്റാർ ഇട്ട് തരാമോ? ഞാൻ പറഞ്ഞു പിന്നെ അതിനെന്താണ്? ആ കുട്ടിയുടെ ആഗ്രഹം അതാണ്. ഷീ റിക്വസ്റ്റ് എ മോട്ടിവേഷൻ ഫ്രം മീ. ഞാൻ വാക്കാൽ പറഞ്ഞത് പോരാ, 2 സ്റ്റാർ ഇട്ട് തരൂ എന്ന് പറഞ്ഞു. So that is required for a child. നമുക്കൊരു സെൽഫ് കോൺസെപ്റ്റും സെൽഫ് എസ്റ്റീമും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്തരം മറ്റുള്ളവർ തരുന്ന സ്റ്റാർ പതിപ്പിച്ചുകൊണ്ട് നടക്കേണ്ടവരല്ല നാം, അല്ലേ? We have to create our own stars and we have to become stars. We have to define the self as a star. സ്വയം നക്ഷത്രങ്ങളായി നിർവചിക്കണം നാം നക്ഷത്രങ്ങളാണ്. അവിടെയും ഇവിടെയൊക്കെയുള്ള ഓരോരുത്തരെ കുറിച്ച് ഫിലിം സ്റ്റാർ, സ്പോർട്സ് സ്റ്റാർ എന്നൊക്കെ പറയുന്നത് പോലെയല്ല, അല്ലേ? ഐ ആം എ സ്റ്റാർ. തീർച്ചയായിട്ടും അതെ. അതിൻ്റെതായ ഒരു സയൻസും ഉണ്ട് കേട്ടോ. എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നക്ഷത്രം. The source of light, the star always scattering, always emerging light for us. But what is actually happening inside the star? What we see is the beautiful light. But what is the process? High energy, high temperature, high